യോഹന്നാൻ പറയുന്നത് യേശുവിൻ്റെ മരണവും യേശുവിൻ്റെ ജീവിതവും ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു എന്നത് സത്യമാണ്. പക്ഷെ മക്കളെ, നിങ്ങളത് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. നിങ്ങൾ ആ ക്രിസ്തുവിനെ നേരിട്ട് ദർശിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ നേരിട്ട് അറിഞ്ഞിട്ടില്ല. പക്ഷേ ക്രിസ്തു വന്നത് നേരിട്ട് കണ്ടവനും അനുഭവിച്ചവനുമാണ് ഞാൻ. പക്ഷെ ഞങ്ങൾ അനുഭവിച്ച ഒരു കാര്യം, അതിൻ്റെ അതേ തനിമയോടെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റിയതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അത് പറയുന്നു, കുഞ്ഞുങ്ങളെ, ഞങ്ങൾ നേരിട്ട് കണ്ടു, നിങ്ങൾ നേരിട്ട് കണ്ടില്ല. പക്ഷെ അവിടുന്ന് എന്തിനാ വന്നതെന്നും, അവിടുന്ന് എന്തിനാ ജീവിച്ചതെന്നും, അവിടുന്ന് എന്തിനാ മരിച്ചതെന്നും, അവിടുത്തെ രക്തം കൊണ്ട് എന്താണ് ഫലമെന്നും എനിക്ക് മറ്റാരെയും നോക്കണ്ട. കുഞ്ഞുങ്ങളെ, അവിടുത്തെ നാമത്താൽ നിങ്ങളുടെ പാപങ്ങൾ മോചിച്ചിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറഞ്ഞ അനന്ത തലമുറയോട് പറയുക, ഞങ്ങൾ നേരിട്ട് കണ്ടവരാ, നിങ്ങൾ നേരിട്ട് കണ്ടവരല്ല, ഞങ്ങൾ നേരിട്ട് കേട്ടവരാണ്. 1 യോഹന്നാൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യമാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ വായിക്കാൻ താല്പര്യപ്പെടുന്നത്. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ഒരിക്കലൂടെ ഞാൻ വായിക്കുന്നു, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. എല്ലാ കണ്ണുകളും ഒരു നിമിഷം കൂടെ നടച്ചാട്ട്, എല്ലാ വായികളും ഒരു നിമിഷം ഒന്ന് തുറന്ന് ഈ അന്തരീക്ഷത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തെ കൊതിക്കുന്ന എല്ലാവരും 1-2 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദേശത്തോട് സംവദിക്കട്ടെ. ഇതിനകത്ത് വന്നിരിക്കുന്ന നമ്മോട് ഇടപെടുന്ന അത്ഭുത ദൈവപ്രവൃത്തിയുടെ നിമിഷമായി മാറട്ടെ. എല്ലാ വായികളിലും തുറക്കട്ടെ. ആ ദൈവ സാന്നിധ്യത്തെ കൊതിയോടെ അനുഭവിക്കുന്ന ജനം ഒരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ സ്പർശിക്കുന്ന നിമിഷമായി, ദൈവ സാന്നിധ്യം നമ്മെ ഉറപ്പിക്കുന്ന നിമിഷമായി മാറട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സാന്നിധ്യത്തിന് മുമ്പിൽ അടുത്ത് വരുന്നു. അങ്ങയുടെ മഹത്വം ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിനകത്ത് ഇറങ്ങി വന്നതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ ഈ രാത്രി അങ്ങയുടെ കരത്തിൻ്റെ സ്പർശനം അനുഭവിച്ച് അങ്ങ് ഞങ്ങളുടെ നടുവിൽ ഉണ്ട്, അങ്ങ് ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളിൽ വ്യാപരിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഈ ഗ്രൗണ്ടിലും ഈ ദേശത്തും ലൈവിലൂടെ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ ജനത്തിനും ഉറപ്പാക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ അന്തരീക്ഷത്തിൽ അങ്ങയുടെ മഹത്വമുള്ളത് കൊണ്ട് സ്തോത്രം. സാന്നിധ്യത്തിന് നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഗൗരവമായ ഒരു ചിന്തയിലേക്ക് ഒരുമിച്ച് നമ്മൾ വരികയാണ്. പ്രിയരേ, യോഹന്നാൻ്റെ ലേഖനം ശരിക്കും മറ്റുള്ള ലേഖനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമേറിയ ലേഖനമാണ് യോഹന്നാൻ്റെ ലേഖനം. ഹൃദയപൂർവമായൊരു കമ്മ്യൂണിക്കേഷനാണ് യോഹന്നാൻ്റെ ലേഖനങ്ങൾ നമുക്ക് കാണുവാൻ കിട്ടുന്നത്. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ഒരുപക്ഷേ ഗംഭീരമായ ദൈവശാസ്ത്രത്തിൻ്റെ അടുക്കും ചിട്ടയോടും ഒരുപക്ഷെ പൗലോസ് അവതരിപ്പിക്കുന്ന ഒരു രീതിയിലല്ല യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. പക്ഷേ യോഹന്നാൻ്റെ അവതരണം കൂടുതലും ഡയറക്റ്റ്ലി ഹൃദയങ്ങളോടാണ്, മനസ്സുകളോടാണ് യോഹന്നാൻ സംവദിക്കുന്നത്. പ്രത്യേകിച്ച് സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന യോഹന്നാൻ മറ്റൊരു ആംഗിളിൽ നമ്മളതിനെ ചിന്തിച്ചു കഴിഞ്ഞാൽ യോഹന്നാൻ എപ്പോഴും തൻ്റെ സന്ദേശങ്ങൾ പറയുന്നത് ഒരു ഫസ്റ്റ് വിറ്റ്നസ് എന്ന ഒരു കാഴ്ചപ്പാടിൽ തന്നെയാണ്. അത് സുവിശേഷമാണെങ്കിലും ലേഖനമാണെങ്കിലും എല്ലാം ഹി ഈസ് ദ ഫസ്റ്റ് വിറ്റ്നസ്. താൻ ആ കാഴ്ചകളുടെ മുഴുവൻ, ആ സംഭവങ്ങളുടെ മുഴുവൻ ആദ്യത്തെ സാക്ഷിയാണ്, ആദ്യം കണ്ടവനാണ്. അതുകൊണ്ട് ഈ ലേഖനം തുടങ്ങുമ്പോൾ തന്നെ യോഹന്നാൻ പറയുന്ന ആ പദപ്രയോഗം, ആദ്യത്തെ വാക്യം, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച്. കാരണം ഏതാണ്ട് 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദങ്ങളൊക്കെ എത്തിയപ്പം യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെയും യേശുവിൻ്റെ ഐഡൻറ്റിറ്റിയുമൊക്കെ ചോദ്യം ചെയ്യുന്ന ഒട്ടനവധി ദുരുപദേശ സംഘടനകൾ പൊട്ടിമുളച്ചു. ഇവർ പലരും, പല വ്യക്തികളും യേശുക്രിസ്തു എന്ന വ്യക്തിയെ തന്നെ ചോദ്യം ചെയ്തപ്പം യോഹന്നാൻ അവരോട് പറയുന്നത്, ഇത് ഞങ്ങൾക്ക് കെട്ടുകഥയല്ല, ഇത് ഞങ്ങൾക്ക് കേട്ടറിവല്ല, ആരെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ചത് കാലപ്പഴക്കത്തിനകത്ത് ഞങ്ങളും അത് ചേർന്നു പിടിച്ച്
അതിൻ്റെ അന്തസത്തെ അറിയാതെ ഒരു പാരമ്പര്യമായിട്ട് പിടിച്ചു പോകുന്നൊരു സന്ദേശമല്ലിത്. മറിച്ച് ഇത് ഞങ്ങൾക്കൊരനുഭവമാണ്. ഇത് ഞങ്ങൾ കേട്ടു എന്നതിനേക്കാൾ, മറ്റാരോ പറഞ്ഞു കേട്ടു എന്നതിനേക്കാൾ ഇത് ഞങ്ങൾ നേരിട്ട് കേട്ടതാണ്. ഇത് ഞങ്ങളുടെ കണ്ണ് കണ്ടതാണ്. വി ആർ ദ പ്രൈം വിറ്റ്നസ്, വി ആർ ദ ഫസ്റ്റ് വിറ്റ്നസ്. ഞങ്ങൾ ഇതിൻ്റെ ഒന്നാമത്തെ സാക്ഷികളാണ്. ഒരു ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ ആദ്യം നോക്കുന്നത് ആദ്യത്തെ സാക്ഷി ആരാ? ഏതൊരു കാര്യത്തിനകത്തും FIR എടുക്കുമ്പോൾ ഇത് ആദ്യം, ഈ ക്രൈം ആദ്യം കണ്ടതാരാണ്? ഈ സംഭവത്തിൻ്റെ ആദ്യത്തെ ദൃക്സാക്ഷി ആരാണ്? ഇതിന് ശേഷം മാത്രമേ അതിൻ്റെ മറ്റു വിറ്റ്നസ്സുകളിലേക്ക് പോകത്തുള്ളൂ. യോഹന്നാൻ പറയുന്നത് യേശുവിൻ്റെ ജീവിതത്തിനും യേശുവിൻ്റെ പ്രസംഗത്തിനും യേശുവിൻ്റെ ഉപദേശത്തിനും യേശുവിലൂടെ നടന്ന അത്ഭുതങ്ങൾക്കും മറ്റൊരാളല്ല സാക്ഷികൾ. വി ആർ ദ പ്രൈം വിറ്റ്നസ്. ഞങ്ങൾ ഒന്നാമത്തെ സാക്ഷികളാണ്. ഞങ്ങൾ, പത്രോസിൻ്റെ ഭാഷ പറഞ്ഞാൽ, ഞങ്ങൾ അവിടുത്തെ മഹിമ കണ്ട സാക്ഷികളാണ്. വി വിറ്റ്നസ് ഹിസ് ഗ്ലോറി. ഞങ്ങൾ ആ ഗ്ലോറി കണ്ടവരാ, മഹത്വം കണ്ടവരാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത് ദൂരെ നിന്ന് ദർശിച്ചവരല്ല. യോഹന്നാന് പറയാൻ പറ്റും, ആ മാർവോട് ചേർന്നിരുന്ന് ആ ഹൃദയത്തിൻ്റെ ചൂടും കൂടെ അനുഭവിച്ചതാണ് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ഇത് യോഹന്നാൻ, ഇനിയും യോഹന്നാൻ്റെ ലേഖനത്തിലേക്കും സുവിശേഷത്തിലേക്കൊക്കെ നമ്മൾ വന്നാം. യോഹന്നാൻ ഒത്തിരി പറയുന്ന പദപ്രയോഗങ്ങൾ ജീവൻ, അടുത്തത് സത്യം, ഇരുട്ട്, വെളിച്ചം. ഈ പദങ്ങളൊക്കെ യോഹന്നാൻ്റെ സിഗ്നേച്ചർ പദങ്ങളിലൊന്നാണ്. വെളിച്ചം ഇവിടെയുമുണ്ട്. ഇത് തുടങ്ങുന്നതും അങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്തു. ജീവൻ. ഇനിയും യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വന്നേ, അവിടെ പറയുന്നു അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ജീവൻ, വെളിച്ചം, ഇരുട്ടുമാറി. ഈ പദങ്ങളൊക്കെ യോഹന്നാൻ ഏറ്റവും സിഗ്നേച്ചറായിട്ട് പറയുന്ന പദപ്രയോഗങ്ങളാണ്. ഞാൻ ഇനി ആമുഖ ഭാഗം അവിടെ അങ്ങനെ നിർത്തിയിട്ട് 2-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ചിന്ത വേഗത്തിൽ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുക. ഈ 2-ാം അധ്യായത്തെ നമ്മൾ ഗൗരവമായിട്ടൊന്ന് പഠിച്ചാൽ ഒരു 3-4 കമ്മ്യൂണിറ്റികളെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. 3-4 കമ്മ്യൂണിറ്റികളെ. പ്രത്യേകിച്ച് അതിൻ്റെ 12-ാമത്തെ വാക്യം തൊട്ട് നമ്മൾ നോക്കുമ്പം യോഹന്നാൻ എന്ന വന്ധ്യവയോധികനായ ഒരു മനുഷ്യൻ ഏതാണ്ട് 90കളിലേക്ക് എത്തുന്ന കാലഘട്ടത്തിലാണ്, AD 90കളിലേക്ക് എത്തുന്ന കാലഘട്ടത്തിലാണ് ഈ ലേഖനം എഴുതപ്പെടുന്നത് തന്നെ. എന്ന് പറഞ്ഞാൽ യോഹന്നാൻ എന്ന മനുഷ്യനും ഏതാണ്ട് അതേ പ്രായത്തിലെത്തി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ വന്ധ്യവയോധികനായ, ഒരുപക്ഷെ യേശുവിൻ്റെ ആ സംഭവം കണ്ടിട്ടുള്ളവരിൽ അന്ന് ആ പ്രൈം വിറ്റ്നസ്സായിട്ട് അവശേഷിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ യോഹന്നാൻ എന്ന് പറയുന്നത്. മറ്റ് അപ്പോസ്തലന്മാർ എല്ലാവരും തന്നെ ഈ ഭൂപരപ്പിൽ നിന്ന് മാറ്റപ്പെട്ടു. പലരും രക്തസാക്ഷികളായി മാറി. മറ്റു പല മാധ്യമങ്ങളിലൂടെ പലരും ഈ ഭൂമിയിൽ നിന്ന് നീങ്ങിപ്പോയി. എന്നാൽ അത്ര വന്ധ്യവയോധികനായൊരു മനുഷ്യൻ താൻ സ്നേഹിക്കുന്ന തൻ്റെ ആത്മീയ സമൂഹങ്ങളെ പ്രബോധിപ്പിക്കുമ്പം അവരെപ്പറ്റി പറയുന്ന ഗൗരവമായ ചില പദങ്ങൾ പറയുകയാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവൻ്റെ നാമനിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കയാൽ. അപ്പം അവിടെ പറയുന്നത് ഫോർഗീവ്നെസ് ഫ്രം സിൻ, പാപത്തിൽ നിന്നുള്ള വിമോചനത്തെപ്പറ്റി അത് പറയുക. നിങ്ങൾക്ക് ആ നാമത്തിൽ, കുഞ്ഞുങ്ങളെ എന്ന പദം പറയുക. ശരിക്കും അതൊരു ഒരു യോഹന്നാൻ്റെ കൊച്ചുമക്കളുടെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ ഒരു യങ് ജനറേഷനെ പറ്റി നോക്കിയാൽ യോഹന്നാൻ പറയുന്നത് യേശുവിൻ്റെ മരണവും യേശുവിൻ്റെ ജീവിതവും ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു എന്നത് സത്യമാണ്. പക്ഷെ മക്കളെ, നിങ്ങളത് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. നിങ്ങൾ ആ ക്രിസ്തുവിനെ നേരിട്ട് ദർശിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ നേരിട്ട് അറിഞ്ഞിട്ടില്ല. പക്ഷേ ക്രിസ്തു വന്നത് നേരിട്ട് കണ്ടവനും അനുഭവിച്ചവനുമാണ് ഞാൻ. പക്ഷെ ഞങ്ങൾ അനുഭവിച്ച ഒരു കാര്യം, അതിൻ്റെ അതേ തനിമയോടെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റിയതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അത് പറയുന്നു, കുഞ്ഞുങ്ങളെ, ഞങ്ങൾ നേരിട്ട് കണ്ടു, നിങ്ങൾ നേരിട്ട് കണ്ടില്ല. പക്ഷെ അവിടുന്ന് എന്തിനാ വന്നതെന്നും അവിടുന്ന് എന്തിനാ ജീവിച്ചതെന്നും അവിടുന്ന് എന്തിനാ മരിച്ചതെന്നും അവിടുത്തെ രക്തം കൊണ്ട് എന്താണ് ഫലമെന്നും എനിക്ക് മറ്റാരെയും നോക്കണ്ട. കുഞ്ഞുങ്ങളെ, അവിടുത്തെ നാമത്താൽ
നിങ്ങളുടെ പാപങ്ങൾ മോചിച്ചിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറഞ്ഞ അനന്ത തലമുറയോട് പറയുക, ഞങ്ങൾ നേരിട്ട് കണ്ടവരാ, നിങ്ങൾ നേരിട്ട് കണ്ടവരല്ല. ഞങ്ങൾ നേരിട്ട് കേട്ടവരാണ്, നിങ്ങൾ നേരിട്ട് കേട്ടവരല്ല. ഞങ്ങൾ നേരിട്ട് തൊട്ടവരാണ്, നിങ്ങൾ നേരിട്ട് തൊട്ടവരല്ല. പക്ഷേ അവിടുന്ന് വന്നതിൻ്റെ ഉദ്ദേശം നിങ്ങളിലൂടെ നിവർത്തിയായി എന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അന്ന് തുടങ്ങിയ ഒരു ജനറേഷനാ, അന്ന് തുടങ്ങിയ ഒരു തലമുറ ഇത്. ഇന്ന് തലമുറയായി ഇതങ്ങ് തുടർന്നുകൊണ്ടിരിക്കുക. 2000 വർഷത്തെ പാരമ്പര്യം കഴിഞ്ഞ് ഇന്ന് എത്രയോ നൂറ്റാണ്ട് കഴിഞ്ഞു, എത്രയോ സഹസ്രാബ്ദം പിന്നിട്ടു. ഇന്നും യോഹന്നാന്റെ വാക്കുകൾ അതുപോലെ ഞാൻ ദേശത്തോട് പറയുന്നു. ഇന്നും പാപങ്ങളെ മോചിക്കുവാൻ അന്ന് യോഹന്നാൻ തൊട്ട, അന്ന് യോഹന്നാൻ കേട്ട, അന്ന് യോഹന്നാനിലൂടെ യോഹന്നാൻ അനുഭവിക്കാൻ കഴിഞ്ഞ ആ ക്രിസ്തുവിൻ്റെ മരണവും പാപപരിഹാര ബലിയും യേശു ക്രിസ്തുവിലൂടെ പുറപ്പെട്ട രക്ഷയ്ക്കും ഇന്നും മനുഷ്യനെ വിമോചിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഇന്നും പാപവിമോചനത്തിന് കഴിയുന്ന ഒരേ ഒരു നാമം ക്രിസ്തുവിൻ്റെ നാമമാ. പ്രാപിച്ചിട്ടുള്ളവർ കരമുയർത്തി ഇന്ന് രാത്രി ദൈവത്തിനും നന്ദി പറഞ്ഞിട്ട് പറ, യേശു ക്രിസ്തു മുഖാന്തരം പാപവിമോചനം. ശ്രദ്ധിച്ച ഇനിയും അടുത്ത പദങ്ങളിലേക്ക് വരുമ്പോൾ പറയുകയാണ്, പിതാക്കന്മാരെ ആദി മുതലുള്ളവനെ. യോഹന്നാന്റെ മറ്റൊരു സിഗ്നേച്ചർ പദമാണ് ആദി മുതലുള്ളവൻ. സുവിശേഷമൊക്കെ തുടങ്ങുന്നത് തന്നെ ആ പദത്തിൽ നിന്നല്ലേ. അല്ലെങ്കിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പം ആദി മുതലുള്ളവൻ, ആദി മുതലുള്ളവൻ. കാരണം പലരും പറയുന്ന പദപ്രയോഗം ഈ ക്രിസ്തുവിനെ പറ്റി പറയുമ്പം അവിടുന്ന് കീഴാക്കപ്പെട്ടവനാണ്, അല്ലെങ്കിൽ സൃഷ്ടിയാണ് എന്നൊക്കെ പറയുമ്പം യോഹന്നാൻ വെളിപ്പെടുന്നത് സൃഷ്ടിയല്ല, അവിടുന്ന് സകലത്തെയും സൃഷ്ടിച്ചവനാണ്. അവിടുന്ന് ആദി മുതലുള്ളവനാണ്, അവിടുന്ന് നിത്യനാണ്. അപ്പം ആ ആദി മുതലുള്ളവനെ നിങ്ങൾ അറിയുകയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുക. അങ്ങനെ പറഞ്ഞ് പിന്നെ താഴേക്ക് വന്നതിൻ്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുക, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. താഴെ 3 ആസ്പെക്റ്റിൽ പറയുന്നു: ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഇങ്ങനെ ലോകത്തിലുള്ളത്. അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ വായിച്ച ഈ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നത്. ഞാൻ നിങ്ങളെ ഏറ്റവും ശ്രദ്ധയോടെ ആ 17-ാമത്തെ വാക്യത്തിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുകയാണ്. ഈ 17-ാമത്തെ വാക്യം പറയുന്നത്, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ശ്രദ്ധിക്കണം ഈ പദം. നമ്മൾ ഈ ലോകമെന്നതിന് ശരിക്കും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഗ്രീക്ക് പദം കോസ്മോസ് എന്നൊരു പദം ഉപയോഗിച്ചിരിക്കുന്നത്. ലോകം എന്നതിന് കോസ്മോസ് എന്നൊരു ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുക. ഇതിൻ്റെ അർത്ഥതലം ഏതാണ്ട് 2 തലങ്ങളിൽ ഇതിനെ ഉപയോഗിച്ചിട്ടുണ്ട്. 2 തലങ്ങളിൽ. ഒന്ന്, ഈ കോസ്മോസ് എന്നത് ഉപയോഗിച്ചിരിക്കുന്നത് ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഭൂമിക്ക് പറയുന്നത് കോസ്മോസ് എന്നാണ്. ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഭൂമി. സംഗീതത്തിൻ്റെ പുസ്തകം 24-ലും 19-ാമത്തെ സങ്കീർത്തനത്തിലുമൊക്കെ നമുക്ക് അവിടെ അതിൻ്റെ ഏതാണ്ട് അർത്ഥസമാനമായ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം സൃഷ്ടിച്ച ഭൂമി, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവിടുത്തെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകലിന് വാക്ക് കൊടുക്കുന്നു, രാത്രിക്ക് അറിവ് നൽകുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ദൈവം നിർമ്മിച്ച ദൈവത്തിൻ്റെ ഭൂമി. ഇനിയും 24-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. അപ്പം അവിടെയും പറയുന്നു ഈ ഭൂമി ദൈവത്തിൻ്റെതാണ്. അപ്പം ഈ കോസ്മോസിൻ്റെ ആദ്യത്തെ അർത്ഥമെന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ച ഭൂമി, ദൈവം കാര്യകർത്താവായ ഭൂമി, ദൈവത്തിൻ്റെ വാക്കിനാൽ ഉളവായ ഭൂമി. അതാണ് ആദ്യത്തെ അർത്ഥതലമെന്ന് പറയുന്നത്. ഇനി 2-ാമത്തെ ഈ ഭൂമി എന്നതിന് ഒരർത്ഥതലമുണ്ട്. 2-ാമത്തെ ഭൂമി എന്നതിന് അത് പറയുന്നത് താഴ്ച വന്ന ഭൂമി. അടുത്തത്, ആ താഴ്ച വന്ന ഭൂമിയിലെ മാനുഷിക സിസ്റ്റവും ജഡീക സിസ്റ്റവും അത് എപ്പോഴും ദൈവ പദ്ധതികൾക്ക് വിരോധമായി നിൽക്കുമ്പം അതിന് പറയുന്ന പേരും ഈ കോസ്മോസ് എന്ന പദമാണ്. അപ്പം ആദ്യ ഭാഗത്ത് ഒരു കോമൺ ആയിട്ടൊരു ഭൂമിയെ അതിനെ കോസ്മോസ് എന്ന് പറയുമ്പം, 2-ാം ഭാഗത്ത് വരുമ്പം ദൈവഹിതത്തിന് വിരോധമായി നിൽക്കുന്ന, അല്ലെങ്കിൽ പാപത്തിലേക്കൊരുവനെ നയിക്കുന്ന, പൈശാചികതയിലേക്കൊരുവനെ നയിക്കുന്ന, തിന്മയിലേക്കൊരുവനെ നയിക്കുന്ന, അരാജകത്വത്തിലേക്കൊരുവനെ നയിക്കുന്ന ആ ഭൂമി അതെപ്പോഴും എന്തിനെതിരാണ്? ദൈവത്തിൻ്റെ സിസ്റ്റങ്ങൾക്കെതിരാണ്. എന്ന് പറഞ്ഞാൽ ദൈവം എന്തൊക്കെ സിസ്റ്റം ഒരുക്കിയോ അതിൻ്റെ മുഴുവൻ ഡ്യൂപ്ലിക്കേറ്റുകളും ഈ വേൾഡിൽ നമുക്ക് കാണാൻ പറ്റും.
ദൈവമൊരുക്കിയ ഡിവൈൻ സിസ്റ്റത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റുകൾ ഈ വേൾഡിൻ്റെ സിസ്റ്റത്തിനകത്ത് കാണും. ഇനിയും ഈ ഭൂമിയുടെ അധിപതി ആരാണ്? അധിപതി പിശാചാണ്. അതുകൊണ്ട് ആ പിശാചെന്ന ഈ ലോകത്തിൻ്റെ പ്രഭുവും ദൈവിക പദ്ധതികളെ പലതിനെയും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ എഫേസ്യ ലേഖനം വായിക്കുമ്പം അതിനകത്ത് പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡ രക്തങ്ങളോടല്ല, മറിച്ച് വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിൻ്റെ ആ ദുഷ്ടാത്മസേനകളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനകളോടും. അപ്പം ഈ ലോകത്തിൻ്റെ അധിപതികൾ, സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനകൾ എന്ന് പറഞ്ഞ ദൈവിക സിസ്റ്റത്തിൻ്റെ മുഴുവൻ ഡ്യൂപ്ലിക്കേറ്റും ആരുണ്ടാക്കി കഴിഞ്ഞു? പിശാച് ഉണ്ടാക്കി കഴിഞ്ഞു. ഈ ഭൂമിയിലെ സിസ്റ്റം, ഈ കോസ്മോസിലെ സിസ്റ്റം ദൈവഹിതത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സിസ്റ്റമാണ്. ഇത് പറഞ്ഞാൽ എപ്പോഴൊക്കെ ഈ ഭൂമിയിൽ നിന്ന് ഒരു വിശുദ്ധ സന്താനങ്ങൾ ഉരുത്തിരിഞ്ഞു വരുമോ, ഒരാത്മീക ജനനം നടക്കുമോ, ഒരു സമൂഹം ഉടലെടുത്തു വരുമോ, അവർക്കൊക്കെ നേരെ എന്തു ഫൈറ്റ് ചെയ്യും? ഈ ലോകം ഫൈറ്റ് ചെയ്യും. ഈ ലോകത്തിൻ്റെ ശക്തികൾ ഫൈറ്റ് ചെയ്യും. ഈ ലോകത്തിൻ്റെ പ്രതാപം അവർക്കെതിരെ നിൽക്കും. കാരണം അതെപ്പോഴും ദൈവത്തിൻ്റെ സിസ്റ്റത്തിന് വിരോധമാണ്. അപ്പം ഈ ലോകത്തിൻ്റെ രണ്ട് ആസ്പെക്റ്റ് ഞാൻ പറഞ്ഞു. ഒന്ന്, ദൈവം സൃഷ്ടിച്ച ഭൂമി, കോസ്മോസ് എന്ന് പറയുന്നു. രണ്ട്, ദൈവഹിതത്തിന് വിരോധമായി നിൽക്കുന്ന പൈശാചികാധിപത്യങ്ങൾ, ഈ ഭൂമിയുടെ സർവ താഴ്ച വന്ന ഭൂമിയുടെ സിസ്റ്റങ്ങൾ. ഇതിനെയും കോസ്മോസ് എന്ന പദത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇനിയും ശ്രദ്ധിക്കണം, ഇങ്ങനെ ദൈവം ഉപയോഗിച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരുവൻ്റെ മനസ്സിനകത്ത് ഭയം ജനിപ്പിക്കുന്നതാണ് ഈ ഭൂമി ചെയ്യുന്ന ഏറ്റവും വലിയ പദ്ധതി എന്ന് പറയുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച സമയത്ത് അവനെ ആക്കി വെച്ചത് മനോഹരമായ ദൈവത്തിൻ്റെ തോട്ടത്തിലാണ്. പക്ഷെ ദൈവത്തിൻ്റെ തോട്ടത്തിനകത്തുള്ള അവൻ്റെ മനസ്സിനകത്ത് വിതച്ചു കൊടുത്ത ഒരു രണ്ട് മൂന്ന് വിത്തുണ്ട്. ഒന്ന്, അവനോട് പറഞ്ഞത് ദൈവം ഒരിക്കലും പറയാത്ത കാര്യം അവൻ്റെ മുമ്പിൽ നിന്ന് ചോദിച്ചു. തോട്ടത്തിൻ്റെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? പിന്നീട് താഴെ പറയുന്നത്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളെ നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി മാറും, ദൈവത്തെ പോലെ ആകുകയും നിങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റം, ഈ വേൾഡ്ലി സിസ്റ്റം, ഈ പൈശാചിക സിസ്റ്റം എപ്പോഴും ഫൈറ്റ് ചെയ്യുന്നത് ആരുമായിട്ടാണ്? ദൈവത്തിൻ്റെ പദ്ധതിയുമായിട്ടാണ്. അതിന് ഫൈറ്റ് ദൈവത്തിൻ്റെ പദ്ധതിയുമായിട്ടാണ്. കാരണം ഈ മനുഷ്യനെ ദൈവം അവിടെ ആക്കി വെച്ചത് ജീവിക്കാനല്ല, വാഴാനാണ്. മനുഷ്യരെ ദൈവം ആക്കി വെച്ചത് അവർ സർവൈവ് ചെയ്യണമെന്നല്ലായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി, അവർ കോൺകർ ചെയ്യണമെന്നായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. ദൈവം നമ്മളെ ഒരു സമൂഹത്തിനകത്ത്, ദൈവം നമ്മളെ ഒരിടത്താക്കി വെച്ചാൽ ആ ദേശത്തിൻ്റെ, ആ സമൂഹത്തിൻ്റെ, ആ കുടുംബത്തിൻ്റെ, ആ പശ്ചാത്തലത്തിൻ്റെ പ്രഭുവായിട്ട് നിൽക്കണമെന്നാണ് ദൈവം നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ പദ്ധതി. അതൊരു ദേശമാകാം, അതൊരു കുടുംബമാകാം, അതൊരു സാഹചര്യമാകാം. തല താഴ്ത്തി നിൽക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്, തല ഉയർത്തി നിൽക്കാനാണ് വിളിച്ചത്. എത്ര പേർക്ക് ഇന്ന് രാത്രി അതിന് ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? തല താഴ്ത്തി നിർത്തുക എന്നത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല, തല താഴ്ത്തി നിർത്തുക എന്നത് പിശാചിൻ്റെ പദ്ധതിയാണ്. ആക്ഷേപിച്ച് നഗ്നരാക്കി നിർത്തുക എന്നത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല, പൈശാചിക പദ്ധതിയാണ്. തേജസ്സിനകത്ത് നിർത്തുക എന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നിങ്ങളെ അതിൻ്റെ മുമ്പിൽ അനാവൃതമാക്കുക എന്നത് പൈശാചിക പദ്ധതിയാണ്. എന്നാൽ ഈ ദൈവിക പദ്ധതിക്ക് വിരോധമായി ഈ ഭൂമിയുടെ ആധിപത്യങ്ങൾ കാര്യങ്ങളെ ഒരുക്കുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ ജയിക്കുന്നവരാണ് ഈ ലോകത്തെ ജയിക്കുന്നവരെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ദൈവത്തിന് ധൈര്യത്തോടെ ആമേൻ പറഞ്ഞിട്ട് പറ, ചിലതിനെ ജയിക്കാനാണ് ദൈവം എന്നെ വിളിച്ചത്. ശ്രദ്ധിച്ചേ, ഈ എന്തിനാ ദൈവം നമ്മെ വിളിച്ചത്? വാഴാനാണ് വിളിച്ചത്. പക്ഷെ വാഴാൻ വിളിച്ചവൻ്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്ന ചോദ്യങ്ങൾ, ദൈവത്തെ സംശയിക്കുന്ന ചോദ്യങ്ങൾ, ദൈവത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നത്, അതങ്ങനെ തന്നെയാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നത്, ഇവരുടെ മനസ്സിലൊരു രണ്ടാമത്തെ തോട്ടിട്ട് കൊടുക്കുക. രണ്ടാമത്തൊരു തോട്ട്, കർത്താവിനെ വിട്ടു മാറരുതെന്ന് അവരുടെ മനസ്സിനകത്ത് ബോധ്യമുണ്ടെങ്കിലും ഒന്നും കൂടെ നിങ്ങൾ ചിന്തിക്കണം, ഒന്നും കൂടെ നിങ്ങൾ ഒരു റീതിങ്ക് ചെയ്യണം എന്ന് പറഞ്ഞ്, ഈ റീതിങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെയാണ് ഉപേക്ഷിക്കേണ്ടി വരുന്നത്? ദൈവത്തെ ഉപേക്ഷിക്കേണ്ടത് ചിന്തയിട്ട് കൊടുത്തു. ഇതു തന്നെയാണ് ഏതൻ മുതൽ ഇന്നു വരെ പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ ദൈവിക പദ്ധതിക്കും
ദൈവിക പ്ലാനിനും വിരോധമായി എപ്പോഴും ഈ കോസ്മോസ് ഉണ്ട്, ഈ വേൾഡ് ഉണ്ട്, ഈ വേൾഡിൻ്റെ ശക്തികളുണ്ട്. അത് സംശയം ജനിപ്പിക്കും, അത് ദൈവാസ്തിക്യത്തെ ചോദ്യം ചെയ്യിപ്പിക്കും, അത് ദൈവത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യിപ്പിക്കും, അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തെ ചോദ്യം ചെയ്യിപ്പിക്കും. നിങ്ങളെന്ന മനുഷ്യനെ ദൈവത്തെ വിശാലമായി കാണാൻ കഴിയാതെ വണ്ണം നിങ്ങളെ എവിടൊക്കെ പരിമിതപ്പെടുത്താൻ പറ്റുമോ അവിടെയൊക്കെ നിങ്ങളെ പരിമിതപ്പെടുത്തും. സിസ്റ്റത്തിനകത്ത് നിങ്ങളെ പരിമിതപ്പെടുത്തും. ഈ വേൾഡ് തന്നെ നിങ്ങളുടെ മുമ്പിൽ പലതും ഡിസൈൻ ചെയ്ത് ഒരുക്കി തരും. അവരോട് പറയുകയാണ്, ദൈവം നിങ്ങളെ പരിമിതപ്പെടുത്തുക, ദൈവം നിങ്ങളെ പരിമിതപ്പെടുത്തുക. നിങ്ങളെ എല്ലായിടവും എക്സ്പ്ലോർ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ എല്ലായിടത്തും എല്ലാത്തിനെയും അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ പരിമിതപ്പെടുത്തുന്ന ദൈവം, നിങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ദൈവം, നിങ്ങളെ ചിലതിനകത്തേക്ക് മാത്രം ഒതുക്കുന്ന ദൈവം. ഇത് അന്നും ഇന്നും ഒരു ചോദ്യമല്ലേ? പലപ്പോഴും ഇന്നും സമൂഹം ചോദിക്കുന്ന ചോദ്യമാണ്. ഇതൊരു ഭയങ്കര റെസ്ട്രിക്ഷനാണ്, ഇത് ഭയങ്കര പരിമിതിയാണ്, ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ പരിമിതപ്പെടുത്തുന്ന ഒരു ദൈവം. ശരിക്കും നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത പറയാം, ഒരിക്കലും ദൈവം പരിമിതപ്പെടുത്തിയ ദൈവം അല്ല. അത്രയും വിശാലമായൊരു തോട്ടം ഒരുക്കി കൊടുത്തിട്ട് ആ തോട്ടത്തിൻ്റെ പ്രഭുവായി രാജാവായി വാഴാനാണ് ദൈവം ആ സമൂഹത്തിൽ അവനെ ആക്കി വെച്ചത്. പക്ഷെ അവനായിട്ട് തന്നെ പരിമിതപ്പെടൽ മാത്രമേ ഉള്ളൂ. ദൈവം ഒരിക്കലും അവനെ പരിമിതപ്പെടുത്തിയില്ല. പലപ്പോഴും ഇന്ന് മറ്റു പലതിനെയും അതാണ് ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് തിരിയുമ്പം ഏദനിൽ സംഭവിച്ച ചതി ആവർത്തിക്കപ്പെടുക. ഏദനിൽ മറ്റു പലതും ബെസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പറഞ്ഞ് ഹൗവയെ കോംപ്രമൈസ് ചെയ്ത അതേ പിശാച് ഇന്ന് മറ്റു പലതും നല്ലതെന്ന് പറഞ്ഞ് അതാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞ് ഈ സിസ്റ്റത്തിനകത്തേക്കൊക്കെ ഒതുക്കി നിർത്തി നിങ്ങളിലെ ദൈവിക പദ്ധതി വെളിപ്പെടാതെ ഇരിക്കുമ്പോൾ ഇന്ന് രാത്രി ഈ സുവിശേഷ യോഗത്തിനകത്ത് ഞാൻ പറയുന്നു, ദൈവിക പദ്ധതിയുടെ വെളിയിൽ നിങ്ങളെ പരിമിതപ്പെടുത്താൻ നോക്കുന്ന സകല സാഹചര്യങ്ങളുടെ മേലും ഇന്ന് രാത്രി ജയമെടുത്തിട്ട് പറ, ഇതിനകത്ത് എൻ്റെ ദൈവം വാഴാനുള്ള എല്ലാ സാധ്യതയും എനിക്ക് തന്നിട്ടുണ്ട്. കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാത്രി അങ്ങനെ ഒന്ന് പറഞ്ഞേ, ഇതിനകത്ത് വാഴാനുള്ളതെല്ലാം ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. വെളിയിൽ ചിന്തിക്കണ്ട. ഇതിനകത്ത് നിങ്ങൾക്ക് വാഴാനുള്ളത് ദൈവം തന്നിട്ടുണ്ട്. ഇതിനകത്ത് സർവൈവ് ചെയ്യാനുള്ളത് ദൈവം തന്നിട്ടുണ്ട്. ഇതിനകത്ത് കീഴടക്കാനുള്ളത് ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇനിയും ഒരു പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ച് പറയാം, അതിൻ്റെ പൂർത്തീകരണം വെളിപ്പെട്ടത് മറ്റാരിലൂടെയുമല്ല, ആ കർത്താവിലൂടെ അതിൻ്റെ പൂർത്തീകരണം വെളിപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ രക്തത്താൽ സകലത്തിൻ്റെ മേലും ദൈവം നമുക്ക് ജയം തന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വെളിയിലൊരു ജയമില്ലെന്ന് തിരിച്ചറിയുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ധൈര്യത്തോടെ കരങ്ങൾ സ്വർഗത്തേക്ക് ഉയർത്തിപ്പിടിച്ച് ആമേൻ പറഞ്ഞിട്ട് പറ, യേശു ക്രിസ്തുവിലെ ജയത്തിൻ്റെ പൂർണ്ണത, ജയത്തിൻ്റെ പൂർണ്ണത നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ശ്രദ്ധിക്കണേ, എന്താണ് ഈ ലോകം നമുക്ക് മുമ്പിൽ ചെയ്യുന്നത്? പലതും നമ്മുടെ മുമ്പിൽ നമ്മുടെ കണ്ണിന് കമനീയമായത് ഒരുക്കി തരും, നമ്മുടെ ജഡത്തിന് ഇമ്പകരമായത് ഒരുക്കി തരും, നമ്മുടെ ചിന്തയ്ക്ക് ആകർഷണീയമായത് ഒരുക്കി തരും, നമ്മുടെ കണ്ണിന് ഇമ്പമാർന്നത്, നമ്മുടെ ജഡത്തിന് ഏറ്റവും വൈകാരികമായത്, നമ്മുടെ മനസ്സുകൾക്ക് കമനീയമായതൊക്കെ ഒരുക്കി തരും. ഇതുകൊണ്ടാണ് നമ്മൾ വായിച്ചതിൻ്റെ തൊട്ടുമുകളിലത്തെ വേഴ്സിൽ പറയുന്ന ഒരു പദം, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഇതാരൊരുക്കുന്നതാണ്? ഈ കോസ്മോസ് ഒരുക്കുന്നതാ, ഈ ലോകം ഒരുക്കുന്നതാ. എന്നിട്ടാണ് 17-ാമത്തെ വാക്യം പറയുന്നത്, ഈ കൺമോഹവും ഈ ജഡമോഹവും ഈ ജീവനത്തിൻ്റെ പ്രതാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചു തരുന്ന ലോകമുണ്ട്, കോസ്മോസ് ഉണ്ട്. പക്ഷേ അവിടെയാണ് എഴുത്തുകാരൻ പറയുന്നത്, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും എന്ന് പറഞ്ഞ ഒരു റിയാലിറ്റി കൂടെ മുമ്പിലേക്ക് നമ്മളെ കൊണ്ട് നിർത്തിയിട്ട് പറയുകയാണ്, നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ പെരുപ്പിച്ച് കാണിക്കുന്നത് ഒന്നിനും ആയുസില്ല. നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ പെരുപ്പിച്ച് കാണിക്കുന്ന ഒന്നിനും ആയുസില്ല. ഇതൊന്നും നിത്യമല്ല, ഇതൊന്നും നിലനിൽക്കുന്നതല്ല. എൻ്റെ പ്രിയരെ, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയ്ക്കകത്ത് എന്തിനാണ് നിലനിൽപ്പുള്ളത്? നമ്മുടെ കയ്യിലുള്ളൊരു ഫോണാകട്ടെ, ഇതിന് എത്ര നാളത്തെ വാലിഡിറ്റി ഉണ്ട്? ഇതിന് എത്ര കാലം ഇത് നിലനിൽക്കും? അടുത്തൊരു പുതിയ ഫോൺ വരുന്നത് വരെ ഈ ടെക്നോളജിയുടെ പുതുമയുള്ളൂ, അല്ലേ? അടുത്തൊരു ഫോൺ വന്നു കഴിയുമ്പം, അതിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നു കഴിയുമ്പം, അല്ലെങ്കിൽ ഒരു പുതിയ വേർഷൻ വന്നു കഴിയുമ്പം ഇത് ഔട്ട്ഡേറ്റഡായി മാറി. ഒരു ഫോൺ ഔട്ട്ഡേറ്റഡായി മാറി.
ഒരു ടെക്നോളജി അത് പുറകിലേക്ക് പോയി. പ്രത്യേകിച്ച് ഇന്ന് AI ടെക്നോളജികളുടെ ഏറ്റവും നല്ല വളർച്ചയുടെ കാലഘട്ടമാണ്. ഫോണിനകത്ത് പോലും ഏറ്റവും നന്നായിട്ട് AI ആരാ യൂസ് ചെയ്യാൻ പറ്റുന്നത്? അവരാണ് വളരുന്നത്. ഞാൻ പറഞ്ഞത് പണ്ട് കാലത്തെ പഴമയും നൊസ്റ്റാൾജിക് ഫീലിംഗ് ഒന്നും ഇന്ന് വിലയില്ലാത്തൊരു കാലഘട്ടങ്ങളാണ് അല്ലേ? അതൊക്കെ മാറിപ്പോയി. ഇന്ന് ഞാൻ എൻ്റെ ഒരു പ്രിയപ്പെട്ടവൻ, അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് കണ്ടു. ഏതാണ്ട് 27 വർഷത്തിന് മുമ്പ് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന നോക്കിയയുടെ 3310 സംതിങ് ഒരു ഫോൺ കുറേ നാളുകൾ ശേഷം ഓണാകാതെ കടന്ന് പുള്ളി ബാറ്ററി ഇട്ട് അതൊന്ന് ഓണാക്കിയപ്പോൾ 27 വർഷം കഴിഞ്ഞ ഫോൺ ഇപ്പോഴും ഓണായിരുന്നു. പക്ഷെ പുള്ളി പറഞ്ഞത് ഓണായി എന്നതിൽ ഭയങ്കര സന്തോഷം. അത് ആ ഒരു ബ്രാൻഡിനോടുള്ള വൈകാരിക ഫീലിംഗ് ഉണ്ട്. സംഭവം നല്ലതാണ്. പുള്ളി പറഞ്ഞൊരു 100 പ്രാവശ്യമെങ്കിലും ഇത് താഴെ വീണിട്ടുണ്ട്, ഒന്നും പറ്റിയിട്ടില്ല. പക്ഷേ ആ ഫോൺ ഓണായി എന്നത് സത്യമാണ്, ചിലപ്പോൾ ഇപ്പോഴും വർക്ക് ചെയ്യുമെന്നത് സത്യമാണ്. പക്ഷേ ഈ തലമുറയുമായിട്ട് നിങ്ങൾക്ക് ആ ഫോണിനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ഈ തലമുറയുമായി, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ടെക്നോളജിയുമായി, അല്ലെങ്കിൽ ഇന്നത്തെ സാധ്യതകളുമായിട്ട് നിങ്ങൾക്കതിനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഔട്ട്ഡേറ്റഡായി പോയി. ആ കമ്പനി തന്നെ ഔട്ട്ഡേറ്റഡായി പോയി. ചിന്തിക്കാൻ പറ്റുമോ? ഇത്രയും ടോപ്പിൽ നിന്നുകൊണ്ട് എതിരാളികളില്ലാത്ത നോക്കിയ എന്ന് പറയുന്നൊരു ബ്രാൻഡ് ഒരു സുപ്രഭാതത്തിൽ ഒരാളും ചർച്ച ചെയ്യാത്ത നിലയിൽ ഇന്ന് ഫോണുകളുടെ നിരത്തി നിങ്ങളൊരു ഓക്സിജനിലോട്ട് കയറി, നിങ്ങൾ മൈജിയിലോട്ട് കയറിയാം, അവിടെ നോക്കിയുടെ ഒരു സെഷൻ ഉണ്ടോ? ഇല്ല, ഒരു സെക്ഷൻ ഇല്ലാതായി മാറിപ്പോയി. ഞാൻ പറഞ്ഞത് ഇതാണ് വേൾഡ്. ഇന്ന് ഉയർന്നു നിൽക്കുന്നതിനെ ഒന്നും വില നാളെ കാണണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇന്ന് തലക്കനം പറയുന്നത് പലതും നാളെ ഉയരോടെ കാണണമെന്ന് നിർബന്ധമില്ല. ഇന്ന് ഉയർന്നു നിൽക്കുന്ന പലതിനും നാളെ അസ്തിത്വമുണ്ടെന്ന് പറയാൻ പോലും പറ്റത്തില്ല. ആയുസിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആദ്യം തുടങ്ങാം. ഞാൻ പറഞ്ഞത് ഇന്നലെ ഉഷിരോടെ നിന്ന് പലതിനും ഇന്ന് നിലനിൽപ്പില്ല. ഇന്നലെ അഭിമാനത്തോടെ തല ഉയർത്തിയത് പലതും ഇന്ന് അവശേഷിക്കുന്നു പോലുമില്ല. എന്നാൽ ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഗൗരവമായൊരു സന്ദേശം ഞാൻ പറയാം. ഇത്രയുള്ളൂ ഈ ഭൂമി, ഇത്രയുള്ളൂ ഈ ഭൂമിയിലുള്ളത്. സെലിബ്രിറ്റികളുടെ ലോകം, ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ലോകം. ഇന്നുള്ളവർ പലരും നാളെയില്ല. ഇന്ന് ഉയർന്നു വന്നവർ പലരും നാളെയില്ല. അല്ലെങ്കിൽ ഇന്നത്തെ നന്മ മരങ്ങൾ പലരും നാളെയില്ല. കാലങ്ങൾ പലരെയും തൂത്തും മായ്ച്ചു കളഞ്ഞു. പക്ഷേ ഈ ലോകവും അതിലുള്ളതൊക്കെ മാറിപ്പോകുമ്പം അതിൻ്റെ നടുവിലാണ് ഒരു മെസ്സേജ് പ്രബലമായി കിടക്കുന്നത്. ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കും. നമ്മുടെ മുമ്പിൽ ഒരു കാര്യം റിയാലിറ്റിയാണ്. ഈ ഭൂമിയിലുള്ള ഒന്നിനും നിത്യമായ വാൾഡിറ്റി ഇല്ല, ശാശ്വതമായ വാൾഡിറ്റി ഇല്ല. ഇതൊക്കെ ഒരു കാലഘട്ടം ഉള്ളതും നാളെ അവസാനിക്കുന്നതുമാണ്. അതിന് എത്ര കോടി എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. 9,000 കോടി ആസ്തിയുള്ളൊരു മനുഷ്യൻ, 9,000 കോടി ആസ്തിയുള്ളൊരു മനുഷ്യൻ, ഇന്ത്യ ഒട്ടാകെ വ്യാവസായിക സാമ്രാജ്യമുണ്ടായിരുന്നൊരു മനുഷ്യൻ, ഗൾഫ് രാജ്യങ്ങളിൽ പോലും കോടികളുടെ ആസ്തി ഉണ്ടായിരുന്നൊരു മനുഷ്യൻ, 35ലധികം ആഡംബര കാറുകൾ, അതിൽ തന്നെ 15 റോൾസ് റോയ്സ് കാറ്, കേരളത്തിലെ തന്നെ ആദ്യത്തെ ബുഗാട്ടി കാറ്. ഈ ബുഗാട്ടി കാറിൻ്റെ ടയർ പഞ്ചറായാൽ പഞ്ചർ മാറ്റാൻ 50 ലക്ഷം രൂപയാണ് ചിലവ്. 50 ലക്ഷം രൂപയാണ് ചിലവ് എന്ന് പറഞ്ഞാൽ ആ ടയറിന് നമ്മൾ പറയുന്ന പോലെ പഞ്ചർ ഒട്ടിക്കാൻ പറ്റത്തില്ല. 4 ടയറും കൂടെ ഒരുമിച്ച് മാറ്റാനേ പറ്റത്തുള്ളൂ. അത് എപ്പോഴും മാറ്റുകയല്ല, ഇത്ര കിലോമീറ്റർ ഓടിച്ചു കഴിയുമ്പം അതിൻ്റെ റിം ഉൾപ്പെടെ മാറ്റണം, അലോയ് ഉൾപ്പെടെ മാറ്റണം. അങ്ങനെ 50 ലക്ഷം രൂപയ്ക്ക് പഞ്ചർ ഒട്ടിക്കുക അല്ല, അത് റീപ്ലേസ് ചെയ്യുന്ന ഒരു കാറിൻ്റെ ഓണർ യാതൊരുവിധമായ ഡെറ്റുകൾ, കടങ്ങൾ പ്രത്യക്ഷത്തിലില്ലാതൊരു സാമ്രാജ്യം കെട്ടിപ്പണിത മനുഷ്യൻ തൻ്റെ മരണത്തിന് ചില ദിവസങ്ങൾക്ക് പുറകിൽ നടന്നൊരു ഇൻ്റർവ്യൂവിനകത്ത് അത് ഇൻ്റർവ്യൂ ചെയ്ത മനുഷ്യൻ ചോദിച്ചു, എന്താണ് താങ്കളുടെ ബക്കറ്റ് ലിസ്റ്റിനകത്ത് ഇനി ബാക്കിയുള്ളത്? ആ മനുഷ്യൻ പറഞ്ഞൊരു പദം ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞു, ഇനി എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ എനിക്കില്ല, ഡ്രം ലിസ്റ്റ് വരെ കഴിഞ്ഞെന്ന്. ബക്കറ്റ് ലിസ്റ്റ്, അതേ പറഞ്ഞു ബക്കറ്റ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ചെറുതാ, എനിക്ക് ഡ്രം ലിസ്റ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ലൈഫിനകത്ത് ആസ്വദിക്കാൻ പറ്റുന്നത് മുഴുവൻ ആസ്വദിച്ച് കഴിഞ്ഞു, വെട്ടിപ്പിടിക്കാൻ പറ്റുന്നത് മുഴുവൻ വെട്ടിപ്പിടിച്ച് കഴിഞ്ഞു. ആഡംബരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോപ്പിലെത്തിക്കഴിഞ്ഞു. ഏത് ഈ ഭൂമിയിൽ ഒരു ആഡംബരം ഒരു മനുഷ്യൻ അനുഭവിക്കാൻ പറ്റുമോ അത് മുഴുവൻ അനുഭവിച്ചു കഴിഞ്ഞു. പക്ഷെ കാരണം എന്തോ ഏതോ നമുക്കറിയത്തില്ല, വെളിവായിട്ടുമില്ല. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കേൾക്കുന്ന വാർത്ത, ആ മനുഷ്യൻ സ്വന്തം നെഞ്ചിന് നേരെ നിറയൊഴിച്ച് ഈ ഭൂമിയിൽ
നിന്ന് മാറ്റപ്പെട്ടൊരു വാർത്തയല്ലേ? ഞാൻ ചോദിക്കുന്നത്, എന്തിനാ ഇവിടെ നിലനിൽപ്പുള്ളത്? ഏതിനാ ഇവിടെ നിലനിൽപ്പുള്ളത്? വെട്ടിപ്പിടിച്ച ഭൂമിക്ക് നിലനിൽപ്പുണ്ടോ? റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യത്തിന് നിലനിൽപ്പുണ്ടോ? ബുഗാട്ടി കാറിനും റോൾസ് റോയ്സ് കാറിനും നിലനിൽപ്പുണ്ടോ? എന്തിനാ ഇവിടെ നിലനിൽപ്പുള്ളത്? ആഢ്യത്വം കൊണ്ട് നേടിയെടുത്ത പ്രതാപങ്ങൾക്ക് നിലനിൽപ്പുണ്ടോ? ഈ ഭൂമിയിൽ ഉന്നത സൗധങ്ങൾക്ക് നിലനിൽപ്പുണ്ടോ? ഇവിടെ എത്ര എത്ര മനോഹരമായിട്ട് നെയ്തെടുക്കുന്ന നെയ്ത്തുശാലയിൽ നെയ്തെടുക്കുന്ന വസ്ത്രങ്ങൾക്ക് നിലനിൽപ്പുണ്ടോ? എന്തിനാ നിലനിൽപ്പുള്ളത്? ഈ ഭൂമിയിലുള്ള ഒന്നിനും നിലനിൽപ്പില്ല. അത് പലതും തിരുവെഴുത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പോലെ ഇന്ന് കണ്ട് നാളെ വാടുന്നത് മാത്രമാണ് ഈ ഭൂമിയിൽ കാണുന്നത് മുഴുവൻ. എന്നാൽ അതിൻ്റെ നടുവിലാണ് ദൈവോന്മുഖമായി ചിന്തിക്കുകയും ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തെ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയാം, ആ വ്യക്തി ഇന്നു മാത്രമല്ല എന്നേക്കും നിലനിൽക്കുമെങ്കിൽ ആ ദൈവികമായ കാഴ്ചപ്പാടിലേക്ക് ദൈവികമായ കണ്ണുയർത്തി നമ്മൾ വരുന്നുവെങ്കിൽ ഇന്നല്ല എന്നേക്കും നിലനിൽക്കും, എന്നേക്കും നിലനിൽക്കും. അപ്പം ഈ ലോകവും അതിലുള്ളതൊക്കെയും മാറിപ്പോകും, പക്ഷെ ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിൽക്കും. ശ്രദ്ധിക്കണം, ഇനി നമ്മൾ ഗൗരവമായ 1-2 കാര്യങ്ങളിലേക്ക് വരാൻ പോവുകയാണ്. ഈ യോഹന്നാൻ്റെ ലേഖനത്തിൻ്റെ പ്രത്യേകത 2 കാര്യങ്ങളെ തമ്മിൽ ഭയങ്കരമായിട്ട് കൂട്ടിമുട്ടിക്കും. 2 കാര്യങ്ങളെ പറ്റി: ദൈവത്തിനുള്ളത്, ജഡത്തിനുള്ളത്. ഈ ദൈവികമായത് ജഡത്തിൽ നിന്ന് വരുന്നത്, പ്രാകൃതമായത് പിശാചിൽ നിന്ന് വരുന്നത്. ഈ ദൈവത്തിൻ്റെ വകയേതാണ്, പിശാചിൻ്റെ വകയേതാണ്? ദൈവത്തിൽ നിന്നുള്ളവൻ എന്താണ് പ്രവർത്തിക്കുന്നത്, പിശാചിൽ നിന്നുള്ളവൻ എന്താണ് പ്രവർത്തിക്കുന്നത്? ഇത് തമ്മിലൊരു ഭയങ്കര താരതമ്യം നിങ്ങൾക്ക് ഈ ലേഖനത്തിനകത്ത് കാണാൻ കഴിയും. 2:16 തന്നെ നോക്കിയാൽ മതി. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത്. അപ്പം അത് ലോകത്തിലുള്ളതാണ്. ഇനിയും 3:9 നോക്കിയാൽ പറയും, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ. അപ്പം അതിൻ്റെ പ്രത്യേകത, അവ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. ഇനിയും ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയത്തില്ല. അടുത്തത് 3:10, ദൈവത്തിൻ്റെ മകൻ. അപ്പം പിശാചിൽ നിന്നുള്ളത്, ലോകത്തിൽ നിന്നുള്ളത്, ദൈവത്തിൽ നിന്ന് ജനിച്ചത്, ദൈവത്തിൽ നിന്നുള്ളവൻ. തീർന്നിട്ടില്ല. 12-ാമത്തെ വാക്യം പറയുന്നു, കായിൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി. കണ്ടോ, ഇത് തമ്മിലുള്ള കമ്പാരിസൺ കണ്ടോ? ഈ ലേഖനം മുഴുവൻ പറയുന്നത് ദൈവത്തിൽ നിന്നുള്ളത്, ലോകത്തിൽ നിന്നുള്ളത്, ദൈവത്തിൽ നിന്നുള്ളവൻ, ജഡത്തിൽ നിന്നുള്ളവൻ. ഇനിയും 4:1 വന്നാൽ, ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവീൻ. അത് നമ്മോടെ പ്രബോധിപ്പിക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ കാണുന്നതിനെ എല്ലാത്തിനകത്തും യേശു പറയാനല്ല, ഇത് ദൈവത്തിൽ നിന്നുള്ളതാണോ, ഇത് ജഡത്തിൽ നിന്നുള്ളതാണോ എന്ന് ശോധന ചെയ്യാൻ നമുക്ക് മുമ്പിൽ ഒരു വിവേചനം ദൈവം ഇട്ട് തന്നിട്ട് പറയുക, നിങ്ങൾ ശോധന ചെയ്യണം, ഇത് ഏത് ആത്മാവാണ്, ഇത് ഏതിൽ നിന്നുള്ളതാണ്. എന്നിട്ട് 2 പറയുക, ദൈവാത്മാവിനെ ഇതിനാലറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവ് ഒക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. ഇത് പറഞ്ഞാൽ ഏറ്റവും വലിയ ഹെരസി എന്താ, ഏറ്റവും വലിയ ദുരുപദേശം എന്താ? യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാതെയും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അംഗീകരിക്കാതെയും ഇരിക്കുന്നതൊക്കെയും ദുരുപദേശമാണ്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഈ ലോകത്തോട് പ്രസംഗിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം, ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഈ ഭൂമിയിൽ വന്നു എന്നും അവിടുന്ന് സാക്ഷാൽ ദൈവമായിരുന്നുവെന്നും അവിടുത്തെ മരണത്താൽ എൻ്റെ പാപം മാറിയെന്നും അവിടുത്തെ മരണത്താൽ എനിക്ക് ജീവൻ കിട്ടിയെന്നും അവിടുത്തെ മരണത്താൽ എൻ്റെ ശാപം മാറിയെന്നും എനിക്ക് നിത്യജീവൻ ലഭിച്ചു എന്നും ഈ ലോകത്തിന് കൈമാറുവാനുള്ള ഒരു ബിഗസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത്. രാത്രി ഈ പബ്ലിക് യോഗത്തിലൂടെ ദേശത്തോട് ഞങ്ങൾ ഒരിക്കലൂടെ വിളിച്ചു പറയുന്നത്, അനവധി കൺവെൻഷനുകൾ നടന്നിട്ടുള്ള ഈ ദേശത്തിൽ വിളിച്ചു പറയുന്ന സന്ദേശം അത് തന്നെയാ. യേശു ക്രിസ്തു ദൈവപുത്രനാണ്, യേശു ക്രിസ്തു മാത്രം ദൈവമാണ്, യേശു ക്രിസ്തുവിന് മാത്രമേ മനുഷ്യനെ വിടുവിക്കാൻ കഴിയത്തുള്ളൂ. അതിന് കഴിയുന്ന നസ്രായനെ ഇന്ന് രാത്രി ഞാൻ ഉയർത്തുമ്പോൾ ആ വിടുതൽ പ്രാപിച്ചവർ ഈ ഗ്രൗണ്ടിനകത്തുണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തിന് ആമേൻ പറഞ്ഞിട്ട് പറ, യേശുവിന് മാത്രമേ. 3-ാമത്തെ വാക്യം പിന്നെയും പറയുന്നത്, യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. നാളെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. എന്നിട്ട് 6-ാമത്തെ വാക്യം 5-ാമത്തെ വാക്യം പറയുന്നു, അവർ ലൗകികന്മാരാണ്. അപ്പം ലൗകികമായത് ദൈവത്തിനുള്ളത്. 6-ാം വാക്യം പിന്നെയും പറയുന്നു, ഞങ്ങൾ ദൈവത്തിനുള്ളവരാകുന്നു. അടുത്തത്, ദൈവത്തിനല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. 7-ാമത്തെ വാക്യം പറയുന്നു, പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു, സ്നേഹിക്കുന്നതെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഞാൻ എന്തിനാ ഇത് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നറിയോ?
ഇവിടെയെല്ലാം പറയുന്നത് ദൈവത്തിൽ നിന്നുള്ളവൻ, ദൈവത്തിൽ നിന്നുള്ളവൻ, ദൈവത്തിൽ നിന്നുള്ളവൻ. 5:1 പറയുന്നു യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. 5:4 പറയുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും. അപ്പം എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി? എന്താണ് സ്വർഗത്തിൻ്റെ ഹൃദയം? എന്താണ് ദൈവത്തിൻ്റെ ഹൃദയം? മറ്റൊന്നുമല്ല, നാം ദൈവത്തിനുള്ളവരെന്ന് നമ്മളെ ആക്കി വെച്ചിടത്ത് ജീവിച്ചു കാണിക്കണം. നാം ദൈവത്തിനുള്ളവരെന്ന് വെളിപ്പെടുത്തി കാണിക്കണം. എന്നിട്ടാണ് അതുകൊണ്ട് 5:4 പറയുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. എന്തിനാ നിങ്ങളെ ഇവിടെ ആക്കി വെച്ചത്? ഏദനി മാത്രമല്ല, ഇന്നും നമ്മളെ തൻ്റെ രക്തത്താൽ വീണ്ടെടുത്തിട്ട് ദൈവം ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. നിങ്ങളെ ജയിക്കാനാണ് ദൈവം ഈ കമ്മ്യൂണിറ്റിയിലാക്കി വെച്ചത്. നിങ്ങളെ പിടിച്ചടക്കാനാണ് ദൈവം ഈ സമൂഹത്താക്കി വെച്ചത്. എന്തിനെ പിടിച്ചടക്കണം? പാപത്തിൻ്റെ ശക്തികളെ, പൈശാചിക ശക്തികളെ, ആധിപത്യങ്ങളെ, ഇവിടെയുള്ള എല്ലാ പ്രബലമായ ലോകത്തിൽ നിന്നുള്ളതിനെയും പിടിച്ചടക്കി നിങ്ങളുടെ ജയം ഈ സമൂഹത്തിനകത്ത് ആഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഇതിനകത്ത് ഇരിക്കുന്നതെങ്കിൽ ധൈര്യത്തോടെ ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറയണം, എന്നെ ദൈവം വിളിച്ചത് ആ ദൈവത്തിൻ്റെ ജയം കൊണ്ടാടാനാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. പലപ്പോഴും യാഥാർത്ഥ്യം ഈ ലോകത്തിൽ നിന്നുള്ളത് ഏതാ, ദൈവത്തിൽ നിന്നുള്ളത് ഏതാന്ന് പോലും ഇന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വലിയ മാറ്റമൊന്നുമില്ല. ഏതാണ്ടൊക്കെ പിണഞ്ഞു കിടക്കുന്നൊരു സാഹചര്യത്തിനകത്ത് കിടക്കുക. പക്ഷെ അവിടെയാണ് നമ്മുടെ തനി സ്വരൂപം കാണിക്കാൻ പറയുന്നത്. എന്താ നമ്മുടെ തനി സ്വരൂപം? അത് ഈ പലരും പറയുന്ന പോലെ പണ്ടുള്ള സ്വരൂപമല്ല, പണ്ടുള്ള സ്വഭാവമല്ല. നമ്മെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ, അപ്പം നമ്മെ സൃഷ്ടിച്ചവൻ്റെ അതേ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്ന ഒരു ജയമാണ് നമ്മിത് പുറത്തു വരേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ വാക്കെൻ്റെ മാറി, ഇന്നലത്തെ ചിന്ത മാറി, ഇന്നലത്തെ കാഴ്ചപ്പാടുകൾ മാറി. ഒരുവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചാൽ, ഒരുവൻ ക്രിസ്തുവിനുള്ളവനായാൽ എന്താ സംഭവിക്കുന്നത്? ദേശത്തോട് നിങ്ങൾ പറയണം, ക്രിസ്തുവിനുള്ളവനായതുകൊണ്ട് ഇന്നലെ പറഞ്ഞതുപോലെ എനിക്ക് പറയാൻ പറ്റത്തില്ല. ക്രിസ്തുവിനുള്ളവനായതുകൊണ്ട് ഇന്നലെ പ്രതികരിച്ചതുപോലെ എനിക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല. ക്രിസ്തുവിനുള്ളവനായതുകൊണ്ട് ഇന്നലെ ഇടപെട്ടതുപോലെ എനിക്ക് ഇടപെടാൻ പറ്റത്തില്ല. കാരണം എന്നെ അപ്പാടെ മാറ്റിമറിച്ച ഒരു ജനനമായിരുന്നു ദൈവത്തിൽ നിന്നുള്ള ജനനമെന്ന് പറയുന്നത്. ഇനിമേൽ ഈ ഇന്നലെ ഞാൻ ജീവിച്ച ലോകത്തിന് എന്മേൽ കർത്തൃത്വമില്ല. എന്നിൽ കർത്തൃത്വമുള്ളത് എന്നെ ജനിപ്പിച്ച ആ ദൈവത്തിനാണെങ്കിൽ എത്ര പേർക്ക് ആ ജനനത്തിന് നന്ദി പറയാൻ പറ്റുന്നുണ്ട്? എന്നെ ജനിപ്പിച്ച ആ ഡിവൈൻ ബർത്തിന്. ജീസസ്, അതാണ് നമ്മുടെ ജനനം, അതാണ് നമ്മുടെ ഐഡന്റിറ്റി, അതാണ് നമ്മുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ ലോകം ഇതിനുള്ളതൊക്കെ ഈ മാറിപ്പോകും. ആരും ചിരഞ്ജീവിയല്ല, ആർക്കും ഇവിടെ എറ്റേണലായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഇന്ന് കാണുന്നത് മുഴുവൻ നാളെ വാടിപ്പോകുന്നത് മാത്രമേ ഉള്ളൂ. ഏത് ബ്ലിസും, നമ്മളെ എത്ര ബ്ലിസ് കാത്തു സൂക്ഷിച്ചാലും ഇതിനൊന്നും എറ്റേണൽ ഫെയ്ഡിങ് ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നത് ഒന്നും ഈ ഭൂമിയിലില്ല. പിന്നെ ആകെപ്പാടെ ആയുസിനകത്ത് അനുഭവിച്ച ഒറ്റ കാര്യമുണ്ട്, അതിന് മാത്രമേ ഉള്ളൂ ഒരു ഫെയ്ഡിങ്ങും ഇല്ലാത്ത. അതിൻ്റെ പേരാണ് നിത്യജീവൻ. ഈ നിത്യജീവൻ്റെ പാത്രീഭൂതരായതുകൊണ്ടാണ് നമ്മൾക്കിന്ന് പ്രത്യാശയോടെ ഭാവിയിലേക്ക് നോക്കി പുഞ്ചിരിക്കാൻ കഴിയുന്നതിൻ്റെ പിൻപിലെ കാര്യം. യേശുക്രിസ്തു മുഖാന്തരം അകത്ത് കിട്ടിയ ഒന്നുണ്ട്, അതിൻ്റെ പേര് ഒരിക്കലും മങ്ങിപ്പോകാത്തൊരു പ്രത്യാശയുണ്ട്. അതുകൊണ്ടാണ് ഈ ജഡത്തിൽ ഇന്ന് സകല പ്രതിസന്ധികൾ വരുമ്പോഴും നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം, അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഗാനം. ഇത് പറയുന്നത് ഫെയ്ഡായി പോകുന്ന ബോഡിയിൽ, ഫെയ്ഡായി പോകുന്ന ആയുസിൽ ഫെയ്ഡാകാത്ത ഒന്നുണ്ട്, അതിൻ്റെ പേരാണ് വെളിപ്പെടുവാനുള്ള തേജസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് റോമലേഖനം പറയുന്നത് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ ഞാൻ സാരമില്ലെന്നുണ്ടെങ്കിൽ. തുലനം ചെയ്തൊരു മനുഷ്യനെയാണ് നിങ്ങളവിടെ കാണുന്നത്. തുലനം ചെയ്തു, ഈ ലോകത്തെ ഒരു തട്ടിൽ വെച്ചു, മറിച്ച് വെളിപ്പെടുവാനുള്ള ദൈവ തേജസ്സിനെ മറ്റൊരു തട്ടിൽ വെച്ചു. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ അളവെടുത്തപ്പം ആ മനുഷ്യന് മനസ്സിലായി, വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നുണ്ടെങ്കിൽ. ആയുസ് ഇതുപോലെ ചില കമ്പാരിസൺ വേണം. പലരും പറയുന്നത് ഈ നമ്മളെ മറ്റൊരു മനുഷ്യനുമായിട്ട് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല.
നമ്മളെല്ലാം യുണീക്കാണ്. ഒരിക്കലും ഞാൻ എത്ര ശ്രമിച്ചാലും ബ്ലസൻ പാസ് ആകാൻ പറ്റത്തില്ല, ബ്ലസൻ പാസ് ഞാനുമാകാൻ പറ്റത്തില്ല. ഞാൻ മറ്റൊരു വ്യക്തിയുമായി തുലനം ചെയ്താൽ എനിക്ക് ആ വ്യക്തിയാകാൻ പറ്റത്തില്ല. ഞാൻ യുണീക്കാണ്. എന്നെ നിർമ്മിച്ച ദൈവത്തിൻ്റെ നിർമ്മിതി യുണീക്ക. എനിക്ക് ദൈവം തന്ന താലന്തുകൾ യുണീക്ക. എന്നെ ദൈവം ഉപയോഗിക്കുന്ന രീതി യുണീക്ക. എന്നെ ദൈവം പ്രയോജനപ്പെടുത്തുന്ന അല്ലെങ്കിൽ എന്നിൽ ദൈവം എന്നെ ഉറപ്പിക്കുന്ന രീതി വ്യത്യാസമാണ്. ഞാൻ പറഞ്ഞത് ഞാനെന്ന വ്യക്തി വ്യത്യസ്തമാണ്. അത് മറ്റാരോടും തുലനം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം ലൈഫിനകത്ത് തുലനം ചെയ്യണം. ഈ പാസ്സായി പോകുന്ന മാറിപ്പോകുന്ന ഈ ഭൂമി ഒരു തട്ടിലും, മറിച്ച് പ്രാപിക്കപ്പെട്ട ദൈവിക ഐഡൻറ്റിറ്റിക്കകത്തുള്ള ദൈവിക തേജസ് മറ്റൊരു തട്ടിലും വെക്കുമ്പം എനിക്ക് മനസ്സിലാകും ഈ ഭൂമിയിലുള്ളതൊക്കെ വേഗം മാറും. പക്ഷെ ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ ഒരിക്കലും മാറത്തില്ല, അവൻ എന്നേക്കും നിലനിൽക്കും. അതുകൊണ്ടൊക്കെ ആ പൗലോസ് ജീവിതത്തിൻ്റെ ഒരു കോണിനകത്തെത്തിയപ്പം ലൈഫിനകത്ത് താൻ പലതിനെയും എറിഞ്ഞു കളഞ്ഞതിന് ശേഷം ക്രിസ്തു എന്ന ദൈവ വെളിപ്പാട് ലഭിച്ചപ്പം ആ ദൈവ വെളിപ്പാടിനെ നോക്കിയിട്ട് പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്, ക്രിസ്തുവിനെ നേടേണ്ടതിന് ഞാൻ ഇതൊക്കെയും ചവറന്നെണ്ണിയെന്ന്. പഴയതിൻ്റെ വലിപ്പമല്ല താൻ നോക്കിയത്, പണ്ട് വിലയുള്ളതായി കരുതി ഉയർത്തിപ്പിടിച്ചതൊക്കെ ഇന്ന് താൻ ഇട്ടൊരു പേരുണ്ട്, അത് മുഴുവൻ ചവറാണ്. അപ്പം ആ സിസ്റ്റം ഒരു കാലത്ത് തനിക്ക് വലുതല്ലായിരുന്നോ? യെസ്, അത് വലുതായിരുന്നു. അന്ന് ഒരു കാലത്ത് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം വലുതല്ലായിരുന്നോ? യെസ്, അത് വലുതായിരുന്നു. അന്നത്തെ ജൂയിഷ് സിസ്റ്റം തനിക്ക് വലുതല്ലായിരുന്നോ? അതെ, ആ സിസ്റ്റം തനിക്ക് വലുതാ. പക്ഷെ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച സിസ്റ്റം അങ്ങ് മാറി. ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് അതുവരെ ഉണ്ടായിരുന്ന പ്രതാപം അങ്ങ് മാറി. കാരണം ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് കണ്ടുമുട്ടേണ്ടവനെ കണ്ടുമുട്ടിയപ്പം തനിക്കൊന്ന് മനസ്സിലായി, സിസ്റ്റങ്ങളെക്കാളും ഞാൻ നേടിയതിനേക്കാളും എനിക്കുള്ള പവറിനേക്കാളും എനിക്കുള്ള മണിയേക്കാളും എനിക്കുള്ള സകല പ്രിവിലേജുകളെക്കാളും മോർ പവർഫുള്ളായ, മോർ ബ്ലിസ്ഫുള്ളായ ഒരുവൻ എനിക്ക് വേണ്ടി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പൗലോസ് പറഞ്ഞു, ക്രിസ്തുവിനെ നേടേണ്ടതിന് ഇതൊക്കെയും ഞാൻ ചവറന്നുണ്ടുക. ഇന്ന് രാത്രി ഞങ്ങൾ ഒട്ടും കുറഞ്ഞതോ മറ്റതിനോടൊപ്പം പറയാൻ പറ്റുന്നതോ അല്ല. ഇന്ന് രാത്രി പറയുന്നത്, ഈ ലോകവും ഇവിടെ ഉള്ളത് മൊത്തം ഒഴിഞ്ഞു പോയാലും നിങ്ങളുടെ കരം ഇന്നു പിടിച്ചാൽ ഇനി എന്തൊക്കെ സംഭവിച്ചാലും കരം വിട്ടു കളയാതെ ആ ദിവസം വരെ കൈപിടിച്ച് കൊണ്ടെത്താൻ കഴിയുന്ന ഒരുവനുണ്ട്, ഒരു ശബ്ദമുണ്ട്, ഒരു അധികാരമുണ്ട്, ഒരു രക്ഷകനുണ്ട്. കൈപിടിച്ചിട്ടുള്ളവർ ഇന്ന് രാത്രി ധൈര്യത്തോടെ നന്ദി പറഞ്ഞിട്ട് പറ, അതാണ് നാസറേയന്റെ കരം. കരമടിച്ച് ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറ, കൈപിടിച്ച് അന്ന് തൊട്ട് വിട്ടുകളയാതെ അവിടെ വരെ എന്നെ കൊണ്ടെത്തിച്ചൊരു മഹാസ്നേഹം. ഓ ജീസസ്, എൻ്റെ മുൻപിലുള്ളത് മറ്റു പലതും ഫെയ്ഡായി പോയപ്പോഴും എൻ്റെ ഞാൻ കരം പിടിച്ച കർത്താവിനെ വിട്ടുകളഞ്ഞില്ല. ഇനി അതിൻ്റെ ഉറപ്പ് യൂദ പറഞ്ഞ് ലേഖനങ്ങൾ അവസാനിപ്പിക്കാൻ പറയുന്നുണ്ട്, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച തൻ്റെ മഹിമ സന്നിധിയിൽ നമ്മെ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്താൻ കഴിവുള്ളവന്. ആരുടെ കരം പിടിച്ചത്? ആരാ എൻ്റെ കരം പിടിച്ചത്? ഇന്ന് സൂക്ഷിക്കുന്നവനെയല്ല, ഇന്നെൻ്റെ കൈ പിടിക്കുന്നവനെയല്ല, മറിച്ച് വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് ഇനി ഒരു ദിവസം വരുന്നുണ്ട്, ഈ കാണുന്ന ദൃശ്യമായ ഭൂമി മുഴുവൻ തകർന്നു പോയതിനപ്പുറം നിലനിൽക്കുന്ന രാജ്യം സ്ഥാപിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ സന്നിധിയിൽ നമ്മെ എന്നേക്കും തന്നോടുകൂടെ വാഴുന്നൊരു ദിവസം. ലേഖനകർത്താവ് പറയാം, അന്നു വരെയും എന്നെ സൂക്ഷിക്കാൻ കഴിയുന്നവനെയാണ് ഞാൻ കരം പിടിച്ചത്. ഇന്ന് രാത്രി നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് ചെയ്തത് ഒരു മനുഷ്യനോടല്ല, നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് ചെയ്തത് മനുഷ്യനോടല്ല. ഈ കഴിഞ്ഞ ദിവസം 14-ാം തീയതിയൊക്കെ ഒത്തിരി കമ്മിറ്റ്മെൻറ്റുകൾ ഈ ഭൂമി ഒട്ടാകെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ചർച്ചിൽ അന്നൊരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. ഈ കോൺഫറൻസിനകത്ത് അവിടെ അന്ന് വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നൊരു മോൻ ഇതിൻ്റെ കണക്കും കാര്യങ്ങളും കളറും കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്കതെല്ലാം ഒന്നും ഓർമ്മയില്ല, പക്ഷേ അവൻ പറഞ്ഞ ഒറ്റ കാര്യം മാത്രം ഞാൻ അവിടെ കേട്ടു. ഈ 14-ാമത്തെ ദിവസം, ഇത് അന്നേരം ഒന്നും തുടങ്ങുന്നല്ല, ഇതിന് ഒരാഴ്ച മുമ്പേ തുടങ്ങും. പ്രപ്പോസൽ ഡേ തുടങ്ങി, കുറേ സാധനം അതിനകത്തുണ്ട്. പ്രപ്പോസൽ ഡേ ഉണ്ട്, മറ്റു പല ഡേകളുണ്ട്. ഇതെല്ലാം കൊടുത്ത് ഏറ്റവും അവസാനം 21-ാമത്തെ ഡേ ഉണ്ട്. 21-ാമത്തെ ഡേയുടെ പ്രത്യേകത എന്താ പറയുക? ബ്രേക്കപ്പ് ഡേ എന്ന 21-ാമത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അവൾ പറയുന്നുണ്ട്. അപ്പം 14-ാം തീയതി പ്രപ്പോസ് ചെയ്ത് 21-ാം തീയതി എന്ത് സംഭവിക്കും?
അവരങ്ങനെ ഒരു സിസ്റ്റം അങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഈ പ്രപ്പോസ് ചെയ്യുന്ന ഡേ ഉണ്ട്, ബ്രേക്കപ്പ് ചെയ്യുന്ന ഡേ ഉണ്ട്. അത്രയുള്ളെന്ന് വാൾഡിറ്റി, അത്രയേ ഉള്ളൂ. ഈ ഭൂമിയിൽ കാണുന്ന എല്ലാറ്റിൻ്റെയും വാൾഡിറ്റി ഒന്നല്ലെങ്കിൽ പലതിനും എല്ലാത്തിനുമില്ല വാൾഡിറ്റി. എന്തിനാ വാൾഡിറ്റി ഇല്ലാത്തത്? പക്ഷേ കരം പിടിച്ച അന്ന് തൊട്ട് ഒരറുതികളും പരിമിതികളുമില്ലാതെ എൻ്റെ ലൈഫിന് മേലും എൻ്റെ ജീവിതത്തിന് മേലും എനിക്ക് ഗ്യാരണ്ടി തരുന്ന ഒറ്റയൊരുവൻ മാത്രമേ ഉള്ളൂ. തോറ്റിട്ടില്ലേ, തകർന്നിട്ടില്ലേ, വീണ് പോയിട്ടില്ലേ? എത്ര വട്ടമൊക്കെ ആത്മീക ജീവിതത്തിനകത്ത് വീണ് പോയിട്ടുണ്ട്, ലൈഫിനകത്ത് തോറ്റു പോയിട്ടില്ലേ? കർത്താവിനെ അറിഞ്ഞതിന് ശേഷം തോറ്റു പോയിട്ടില്ലേ? എത്രയോ വട്ടം വീണ് പോയിട്ടുണ്ട്, പിന്മാറിപ്പോയിട്ടുണ്ട്, തളർന്നു പോയിട്ടുണ്ട്, ജീവിതം അവസാനിപ്പിക്കാൻ തോന്നിയിട്ടുണ്ട്, എല്ലായിടത്തും മടുത്തു പോയിട്ടുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അന്നേരവും എവിടേക്കോ നമ്മെ സ്നേഹിക്കുന്ന അപ്പനെ പറ്റി ഒരു ബോധ്യം കിടപ്പുണ്ട്. പണ്ട് മുടിയനായ പുത്രൻ ഓടി വന്നതുപോലെ ഓടി വരുമ്പോൾ അന്നേരവും അടുത്ത് ചേർത്ത് പിടിക്കുന്ന ഒരു അപ്പൻ്റെ സ്നേഹം ലൈഫിനകത്തൊക്കെ ഒഴുകി വന്നതുകൊണ്ടല്ലേ ഇന്നും നമ്മൾ നിലനിൽക്കുന്നതെന്ന് ഇതിനകത്ത് ബോധ്യമുള്ളവരുണ്ടെങ്കിൽ എത്ര പേർക്ക് പറയാൻ കഴിയും? ഇവിടെയുള്ളതെല്ലാം മാറ്റപ്പെട്ടു പോയാലും എന്നെ സ്നേഹിക്കുന്ന ഒരു അപ്പനുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരു അപ്പനുണ്ട്, എന്നെ തിരഞ്ഞെടുത്ത ഒരു അപ്പനുണ്ട്, എന്നെ മാനിക്കുന്ന ഒരു അപ്പനുണ്ട്, എന്നെ കൈപിടിച്ച് മഹത്വത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അപ്പനുണ്ട്. ലോകവും അതിൻ്റെ മോഹവും മുഴുവൻ മാറിപ്പോകും. പക്ഷെ ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കും, എന്നേക്കും ഇരിക്കും. കർത്താവിനോടൊപ്പം നടക്കുന്നവൻ്റെ വാലിറ്റിയെ പറഞ്ഞത് വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധി വാരെ. ഈ ഉറപ്പ് ആർക്കാ? എനിക്ക് തരാൻ പറ്റത്തില്ല കേട്ടോ. ഞാനൊരു സഭയുടെ പാസ്റ്ററാണ്. ഞങ്ങൾക്കും ഒരു ആത്മീയ കൂട്ടം, ഒരു ആത്മീയ ഗ്രഹത്തെ ദൈവം തന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടുന്ന സ്പിരിച്വൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇടയൻ്റെ റോൾ എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരിക്കലും എനിക്ക് അവരോട് പ്രോമിസ് ചെയ്യാൻ പറ്റത്തില്ല എറ്റേണലി ഞാൻ നിങ്ങളുടെ കൂടെ കാണുമെന്ന്. കാരണം എനിക്കറിയില്ല എന്നാണ് എൻ്റെ ശ്വാസം അവസാനിക്കുന്നത്, എന്നാണ് ഈ ആത്മീക സപ്പോർട്ട് എനിക്ക് കൊടുക്കാൻ പറ്റുന്നത്, എപ്പോഴവസാനിക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ അവർക്ക് കൊടുക്കാൻ പറ്റുന്നതും എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നതുമായ ഒരു കാര്യമുണ്ട്. ഇന്നെൻ്റെ മുമ്പിൽ കാണുന്ന ആരൊക്കെ മാറിപ്പോയാലും എന്നെ പിടിച്ച കരം, കരുത്തമായ കരം, ഇനി ഒരിക്കലും മാറിപ്പോകാത്ത കരം. ഈ ബോധ്യമുള്ളത് കൊണ്ട് പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവിടുന്ന് എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. കർത്താവിന് ഉപനിധി എന്നല്ല പൗലോസ് പറഞ്ഞത്, മറിച്ച് എനിക്ക് ലഭിക്കപ്പെട്ട ആ ഡിവൈൻ ട്രഷർ, എനിക്ക് ലഭിക്കപ്പെട്ട ഉപനിധി, അതാണ് സാൽവേഷൻ എന്ന് പറയുന്നത്. എനിക്ക് ലഭിക്കപ്പെട്ട ഈ ആയുസിലെ ഏറ്റവും വലിയ നിധി എന്തെന്നറിയുമോ? എൻ്റെ വീടല്ലെന്ന്, എൻ്റെ കാറല്ലെന്ന്, എൻ്റെ നന്മയല്ലെന്ന്, എൻ്റെ മക്കളല്ലെന്ന്. എനിക്ക് ഈ ആയുസ് ലഭിക്കപ്പെട്ട ഏറ്റവും വലിയ നിധി എന്ന് പറഞ്ഞാൽ എനിക്ക് ലഭിക്കപ്പെട്ട രക്ഷയാണ്. ആ രക്ഷ എബ്രായ ലേഖനത്തിൽ പറയുന്നത് ഇത്ര വലിയ രക്ഷയാണ്. ഈ രക്ഷയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വിലയേറിയ രക്തത്താൽ ലഭിക്കപ്പെട്ടതാണ്. അങ്ങനെയെങ്കിൽ വിലയേറിയ രക്തത്താൽ, വിലയേറിയ വിശ്വാസത്തിൻ്റെ ഭാഗമായി ഇത്ര വലിയ രക്ഷ നമുക്ക് ലഭിക്കപ്പെട്ടതെങ്കിൽ ഇതിനേക്കാൾ വിലയുള്ളതായി ഇനി ആയുസിൽ ഒന്നുമില്ലെന്ന് മാത്രമല്ല, ഈ വിലയുള്ള അനുഭവത്തിനകത്തേക്ക് നമ്മെ ആ ദിവസം വരെ കൈപിടിച്ച് നടത്താൻ കഴിയുന്ന ഒരപ്പനെയാണ് ഇന്ന് രാത്രി നമ്മൾ സേവിക്കുന്നതെങ്കിൽ ഈ ദേശത്തോട് വിളിച്ചു പറയുന്നു, എവിടെങ്കിലുമൊക്കെ തോറ്റുപോയത് കൊണ്ട് വലിച്ചെറിയുന്ന ഒരപ്പനല്ല, ഓടി വന്നാൽ നിങ്ങളുടെ ലൈഫ് തിരിച്ചു തരാൻ കഴിയുന്ന ഒരപ്പനെയാണ് ഇന്ന് രാത്രി ഞാൻ സേവിക്കുന്നത്. ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്നത്, തിരിച്ചു വിളിക്കുന്ന ഒരപ്പനുണ്ട്. ഇവിടെയുള്ളതെല്ലാം മാറിപ്പോകും. ഇനി ശ്രദ്ധിച്ചേ, ഞാനൊരു 2-3 ചിന്തകളൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഇവിടെ കാണുന്നതൊന്നും എറ്റേണൽ അല്ല. ഇവിടെ അവിടെ പറയുന്ന ഒരു കാര്യം, ഈ ഭൂമിയിലുള്ളതെല്ലാം അത് മാറിപ്പോകും. പനാഗറ്റായി എന്നൊരു പദം അവിടെ ഉപയോഗിച്ചിരുന്നത്, പാസിങ് അവേ, മാറിപ്പോകും. അതിന് ഒരു 1-2 ട്രാൻസ്ലേഷനിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതെങ്ങനെ മാറിപ്പോകുന്നത്? ലൈക്ക് എ ഷാഡോ, നിഴല് മാറുന്നത് പോലെ മാറിപ്പോകും. അടുത്തത് ലൈക്ക് എ സ്മോക്ക്, ഒരു പുക മാറുന്നത് പോലെ മാറും. ഈ ഷാഡോ മാറുന്നത് നോക്ക്, രാവിലെ 8 മണിക്ക് നിങ്ങൾ കണ്ട ആ നിഴലിൻ്റെ വലിപ്പമായിരിക്കത്തില്ല 10 മണിക്ക് നിങ്ങൾ കാണുന്നത്. 12 മണിക്ക് അതുണ്ടെന്ന് പോലും അറിയത്തില്ല. അടുത്തത് 3 മണി 4 മണി കഴിഞ്ഞിട്ട് നിങ്ങൾ ആ നിഴലിനെ നോക്കണം, മറ്റൊരു ഡയറക്ഷനകത്തേക്ക് ആ നിഴൽ പോകും. രാവിലെ കണ്ട ഡയറക്ഷനിലായിരിക്കത്തില്ല, രാവിലെ കണ്ട വലിപ്പത്തിലായിരിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ നിഴലുകൾ അനുനിമിഷം സൂര്യൻ്റെ ചലനത്തിനൊത്തവണ്ണം എന്തു മാറുക? നിഴല് മാറുക. ഇനിയും പറയും, ഈ ഭൂമി ഇത്രയുള്ളെന്ന് ഇന്ന്
കാണുന്ന വലിപ്പവും ഇന്ന് കാണുന്ന പ്രതാപവും രാവിലെ നേരം 6 മണിക്ക് നോക്കിയാൽ അതിവലിപ്പത്തോടെ കാണുന്ന നിഴൽ 12 മണിക്ക് നോക്കിയാൽ ഉണ്ടെന്ന് പോലും അറിയത്തില്ല. ഇത്രയേ ഉള്ളൂ ഈ ഭൂമി തരുന്ന മുഴുവൻ പ്രതാപങ്ങളും. വലിപ്പപ്പെട്ട് തോന്നുന്നതൊക്കെ നമ്മൾ അതിൻ്റെ മറ്റൊരാംഗിളിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാകും ഒന്നും അല്ല. പക്ഷേ ആയുസിനകത്ത് അനുഭവിച്ച ഏറ്റവും വലിയ ക്രൗൺ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ രക്ഷയുടെ മകുടം ദൈവം എൻ്റെ തലയിൽ അണിയിച്ച് ആ ദൈവ കുടുംബത്തിനകത്തേക്ക് കൊണ്ടുവന്ന ആ പ്രതാപം, അതിൻ്റെ ബ്ലിസ് ഒരിക്കലും അത് തകർന്നു പോകത്തില്ല. അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. അപ്പം ഇവിടെ പാസിംഗ് വേ എന്ന് പറയുമ്പം ഈ നിഴൽ പോലെ, ഇനി മറ്റൊരിടത്ത് പറയുന്ന പുക പോലെ. ഇവിടെ ഒരു ചെറിയ എന്തെങ്കിലും ഒന്ന് കത്തിച്ചു, ഇവിടെ പുക ഉയരുന്നു. നിങ്ങളൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ പുക അതേ ആകൃതിയിൽ കാണാൻ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പുകയുള്ള സ്ഥലമാണെന്ന് പോലും ഇത് കാണാൻ കഴിയത്തില്ല. അതിവിടെ കാണാൻ പറ്റത്തില്ല, അപ്രത്യക്ഷിതമായി പോയി. അത് ഈ അന്തരീക്ഷത്തിനകത്ത് ലയിച്ചു ചേർന്നു, അലിഞ്ഞു ചേർന്നു. നിങ്ങൾക്കത് കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് വലിയ സംഭവമെന്ന് തോന്നിയതൊക്കെ നാളെ കാലത്തിൻ്റെ കുത്തൊഴുക്കിനകത്ത് അലിഞ്ഞു ചേരും, കാറ്റിനകത്ത് അലിഞ്ഞു ചേരും. ഇവിടെ ഉള്ളതെല്ലാം അങ്ങനെ മാറിപ്പോകും. ഈ ഭൂമിയും അതിലുള്ളതൊക്കെ അങ്ങനെ മാറിപ്പോകും, അങ്ങനെ നീങ്ങിപ്പോകും. ഇനിയും അതിനോടൊപ്പം എന്താണ് ഈ മാറിപ്പോകുന്നത്? ഈ ഭൂമിയിൽ എന്തും കൂടെ മാറിപ്പോകുന്നത് അത് പറയുന്നത് ആൻഡ് ഇറ്റ്സ് ഡിസേർട്സ്. ഈ ലോകവും അതിൻ്റെ മോഹവും. ഡിസേർട്സ് എന്നൊരു പദം അവിടെ പറയുന്നത്, അതിന് എപ്പിതൈമിയ എന്നൊരു ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ എപ്പിതൈമിയ എന്നൊരു പദത്തെ നമ്മൾ നോക്കിയാൽ അത് അൺകൺട്രോൾഡ് ഡിസേർട്സ്, അൺകൺട്രോൾഡ് അപ്പറ്റൈറ്റ് എന്ന പദം അവിടെ ഉപയോഗിച്ചിരിക്കുക. നമുക്കറിയാം ഈ നമ്മുടെ വിശപ്പിനെ നമ്മൾ എത്ര കൺട്രോൾ ചെയ്താലും ഒരു പരിധി കഴിയുമ്പം ഈ ഡയറ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ച് മനഃപൂർവ്വമായിട്ട് ഡയറ്റ് ചെയ്യുന്ന ആൾക്കാരെ കാണും. പക്ഷേ ഈ ചിലത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില സാധനങ്ങളുണ്ട്. നമ്മൾ ഡയറ്റ് ചെയ്യുന്നതിന് മുമ്പേ പറയും ഇനി ഞാൻ ഇന്ന സാധനം കഴിക്കത്തില്ല. അന്ന് വൈകിട്ടായിരിക്കും പോകുമ്പം നല്ല മന്തിയുടെ മണം അടിച്ചു, നേരെ കയറി ഒരു ഹാഫ് മന്തി അങ്ങ് അടിച്ചു. അപ്പം എന്ത് പറഞ്ഞാൽ തുടങ്ങിയത്? അപ്പം പറയും ഇന്ന് രാത്രി ഈ മന്തിയും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും എൻ്റെ ഡിസയറിനെ. പക്ഷേ ഇത് അൺകൺട്രോൾ അപ്പറ്റൈറ്റാ, എനിക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു അപ്പറ്റൈറ്റ് അതിൽ മാറുക. ഈ ഭൂമിയിലെ മോഹങ്ങളുടെ ഒരു പ്രത്യേകത, എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ പലപ്പോഴും എന്നെ പിടിച്ചു മുറുക്കുന്നതായിട്ട് ഇത് പലതും മാറും. അതുകൊണ്ടാണ് ലേഖനങ്ങൾ നിങ്ങൾ മുഴുവൻ നോക്കി ഏറ്റവും കൂടുതൽ ലേഖനകർത്താവ് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ളതിനെ നിങ്ങൾ ജയിക്കണമെന്നാണ്. ഞാനൊരു 3-4 എണ്ണം വായിക്കേണ്ട പറഞ്ഞങ്ങ് വിടാം. യൂദ 17 പറയുന്നൊരു പദമുണ്ട്, നിങ്ങളുടെ പ്രിയരെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർപ്പീൻ. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാക്കുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അപ്പം ഈ ഭക്തിഘട്ട മോഹങ്ങൾ, ആ മോഹങ്ങൾക്ക്, ഈ ഡിസയറുകൾക്ക് പറയുന്ന ഒരു പേര് കേട്ടോ, ഭക്തിഘട്ട മോഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നെ ദൈവഭക്തിയിൽ നിന്ന് അട്ടിമറിക്കപ്പെടുന്ന ചില മോഹങ്ങൾ. ഇനി അടുത്ത പദം പറഞ്ഞു തരാം. അത് 2 പത്രോസ് 1:4 പറയുക, ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട്. അപ്പം ഈ മോഹത്തിന് നിങ്ങൾ അടിമപ്പെട്ടാൽ എന്താണ് നിങ്ങളുടെ അവസാനം? നാശമാണ് അവസാനം. എന്നിട്ട് പറയുന്നു ഇത് വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളായി തീരുമാൻ. എന്നിട്ട് 1 പത്രോസ് 1:14 പറയുന്നു, പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ. അപ്പം പണ്ട് അറിയില്ലാത്ത കാലങ്ങളിൽ, ഈ ഭൂമിയുടെ പ്രമാണത്തിനകത്തായിരുന്ന കാലഘട്ടങ്ങളിൽ, ആകാശത്തിൻ്റെ അധിപതികൾക്ക് അടിമപ്പെട്ട കാലഘട്ടങ്ങളിൽ നമ്മൾ അന്ന് നടന്ന മോഹങ്ങളുണ്ട്. അത് ഇപ്പോഴും നമ്മളെ ജയിക്കരുത്, നമ്മൾ ഇപ്പോഴും അതിനെ ഓവർകം ചെയ്യണം. ഇനിയും അതിൻ്റെ 2:11 1 പത്രോസ് 2:11 പറയുന്നു, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ. ശ്രദ്ധിച്ചോ? അപ്പം ഇത് എത്ര വിധമാണ്, ഇതെത്ര ഗൗരവമാണ്. ഇത് പത്രോസ് പറയുന്നു, ഇത് പൗലോസ് പറയുന്നു, ഇത് യോഹന്നാൻ പറയുന്നു, ഇത് യൂദ പറയുന്നു, ഇവരെല്ലാം പറയുന്നു നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഇതിനോട് പോരാടണം. പൗലോസ് പറഞ്ഞിട്ടുണ്ട്, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷങ്ങളും നീക്കി. അപ്പം ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്, ഇത് നമുക്കുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ മോഹങ്ങളുടെ മേൽ ജയമെടുക്കണം. അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ മേൽ നമ്മൾ ജയമെടുക്കണം. ഇനിയും യാക്കോബ് പറയുന്നത് പറയാം, 1:14 പറയുക,
പറയുക, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. അപ്പം ഈ മോഹം, ഈ ഡിസയർ എന്നത് ഒരു കൊച്ചു കാര്യമാണോ? അല്ല. നിങ്ങൾക്ക് സ്പിരിച്വൽ ലൈഫിനകത്ത് ജയിക്കണോ? നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ലോകത്തിൻ്റെ ആ ഒഴുക്കുകൾക്കെതിരെ നിങ്ങൾക്ക് നിൽക്കണോ? നിങ്ങൾ ഒന്നാമത് ലോകം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ഈ ഫിക്ഷണൽ ഡിസയറുകളെ, ഇതിനെ നിങ്ങൾ ജയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയത്തുള്ളൂ. അങ്ങനെ പുറത്തു വന്നാൽ മാത്രമേ നിങ്ങൾക്ക് എറ്റേണലി കർത്താവിനോടൊപ്പം വാഴാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള ഈ ജഡീകമായ അപ്പറ്റൈറ്റുകളെ ജയിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചത്. അതുകൊണ്ടാണ് ഇതിന് തൊട്ടു മുമ്പിൽ പറഞ്ഞൊരു ജഡമോഹം, കൺമോഹം, ജീവനത്വന്റെ പ്രതാപം, ഇങ്ങനെ ഈ ലോകത്തിലുള്ളത്. അപ്പം ഈ ലോകത്തിൻ്റെ മോഹം ഒരു വിഷയമാണോ? ലോകത്തിൻ്റെ മോഹം ഒരു വിഷയമാ. ഇനി ഇത് ആർക്ക് ജയിക്കാൻ പറ്റും? ഇത് മറ്റാർക്കുമല്ല, നമുക്ക് ജയിക്കാൻ പറ്റും. അതിന് ഏറ്റവും വലിയ കാരണം പറയാം, ഈ മോഹങ്ങൾ മാനുഷികമായിട്ട് ജഡലോകത്ത് ജീവിക്കുമ്പം ജഡശരീരമെടുത്ത് എൻ്റെ യേശുവിൻ്റെ അടുക്കലും ഈ വിധ കാര്യങ്ങൾ മുഴുവൻ പിശാച് പരീക്ഷക്കായിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷേ യേശുവിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ആ ക്രിസ്തുവിൻ്റെ പരീക്ഷകളെ പറ്റി നമ്മൾ നോക്കിയാൽ മതി. യേശുവിൻ്റെ ഉപവാസാനന്തരമായിട്ടുള്ള പരീക്ഷകളിലേക്ക് നോക്കിയാൽ ഈ ജഡമോഹവും ഈ കൺമോഹവും ഈ ജീവനത്തിൻ്റെ പ്രതാപവും യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. പ്രതാപങ്ങൾ കാണിച്ചു കൊടുത്തു. യേശുവിനോട് ആ കോംപ്രമൈസ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഇതിനകത്തൊക്കെ സംഭവിച്ച കാര്യം എന്താ? ഇതിനെ മുഴുവൻ എൻ്റെ കർത്താവ് ജയിച്ചു. ഇതിനെ മുഴുവൻ എൻ്റെ കർത്താവ് ജയിച്ചു. വെറുതെ ജയിക്കുക മാത്രമല്ല, അതിൻ്റെ റൂട്ട് കോസുകൾ എവിടെയാണോ ആ റൂട്ട് കോസുകളെ തന്നെ കണ്ടെത്തി അതിനെ ജയിക്കുവാനിടയായി. ശരിക്കും ആദ്യത്തെ ഭാഗത്ത് ഈ കല്ല് അപ്പമാകുവാൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് പഴയ നിയമത്തിനകത്തൊരു ഹിസ്റ്ററി കിടപ്പുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് നോക്കുമ്പം അവർ പരീക്ഷിക്കപ്പെട്ട ഒരു പരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ എഴുതി വെച്ചിരിക്കുന്നത്. ആ പരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട്, പക്ഷേ ആ പരീക്ഷണം അവരുടെ മുമ്പിൽ ഇട്ടപ്പോൾ അതിനെ തന്നെയാണ് കർത്താവ് പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ വാചനത്താലും അതിനെ ജയിക്കും. ശരിക്കും ഈ 3 പരീക്ഷണങ്ങളും നമുക്കതിൻ്റെ അവിടെ യേശു ഉപയോഗിച്ച വാക്യങ്ങൾ ആവർത്തന പുസ്തകത്തിനകത്ത് കാണാം. പക്ഷെ ഇത് 3 എണ്ണത്തിലും ഇസ്രായേൽ തോറ്റുപോയത്. പക്ഷെ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശു അവർക്ക് മുമ്പിൽ വെളിപ്പെടുത്തുന്നു, എന്ത് ഇസ്രായേൽ തോറ്റോ അതിനു മുമ്പിൽ യേശു ജയിച്ചു കാണിച്ചിട്ട് നമ്മോട് പറയുന്നത്, ഇനി തോൽക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്, ജയിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചത്. തോൽവിയല്ല നമ്മുടെ മുഖമുദ്ര, ജയമാണ് നമ്മുടെ മുഖമുദ്ര. പിശാച് തോൽവി ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ പറയണ തോൽക്കുകയല്ല, മറിച്ച് ജയിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചത്. അതുകൊണ്ട് യേശു യോഹന്നാൻ 10 പറയുന്ന ഒരു പദമുണ്ട്, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമാണ് കള്ളൻ വരുന്നത്, പക്ഷെ ഞാൻ വരുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകേണ്ടതിനും. യേശു ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്ക, തോൽവി പറഞ്ഞ ചില മോഹങ്ങളുടെ മേൽ ഇന്ന് രാത്രി ജയം സംഭവിക്കുന്ന രാത്രിയായി മാറട്ടെ. ആവർത്തിച്ച് തോൽവിക്കപ്പെടുന്ന, ആവർത്തിച്ച് തോൽക്കുന്ന ചില തോൽവികൾ, ആവർത്തിച്ച് പരാജയപ്പെടുന്ന ചില മേഖലകൾ, ഓവർകം ചെയ്യാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ, എപ്പോഴും തോറ്റുപോകുന്ന, ജീവിതത്തിൽ ഒരിക്കലും ഗതി പിടിക്കത്തില്ല, ഇതിനാൽ ഗതി പിടിക്കത്തില്ലെന്ന് പറയുന്ന ചില പരാജയ തലങ്ങളെ നോക്കിയിട്ട് ഇന്ന് രാത്രി പറയണം, യേശു ജയിച്ചെങ്കിൽ അതിന്മേൽ ജയമെടുക്കാൻ എനിക്ക് കഴിയും. അതിന്മേൽ ജയമെടുത്താൽ മാത്രമേ എനിക്ക് ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ കഴിയത്തുള്ളെങ്കിൽ ചില മോഹപാപതലങ്ങളെ യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്ന ജനം ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങണം. ഈ കൺവെൻഷനകത്ത് ചില ഒഴിഞ്ഞു പോകുന്ന ലോകമോഹങ്ങളുടെ മേൽ ജയമെടുക്കണം. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, വാനിഷാകപ്പെടും. പക്ഷെ അടുത്തൊരു പദവാ, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും. ആ പദത്തിൻ്റെ ശരിക്കും അതിൻ്റെ അർത്ഥം ഇന്ന് തുടരുന്നതല്ല, അത് നാളെയും തുടരുന്നതാ. എന്നേക്കും ഇരിക്കുന്നത് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഇരിക്കുക എന്നല്ല അർത്ഥം, മറിച്ച് ഇതിനപ്പുറത്തെ എന്നേക്കും ഇരിക്കും. ഇതാണ് സുവിശേഷം. ഞാൻ ഇന്ന് രാത്രി ഇതിനകത്തൂടെ പങ്കുവെച്ചത് ഒരു സുവിശേഷമാണ്. ഈ ലോകവും ഇന്ന് കാണുന്ന വ്യവസ്ഥിതി മുഴുവൻ തകർന്നു പോകും. ആ വ്യവസ്ഥിതിക്കകത്തുനിന്ന് പ്രത്യാശ നൽകാൻ കഴിയുന്ന ഒരുവൻ നസറേയനായ യേശുവാണ്. ഈ നസറേയനായ യേശു ക്രിസ്തുവിലൂടെ പാപപരിഹാര ബലിയിലൂടെ അതിനകത്തൂടെ രക്ഷ പ്രാപിച്ച് കുഞ്ഞാടിൻ്റെ രക്തത്താൽ മുദ്ര വെക്കപ്പെട്ട കട്ടളക്കാടിൻ്റെ മേലും കുറുമ്പടി മേലും ആ രക്തം അടയാളമാക്കിയ ഒറ്റ കൂടാരത്തിനകത്തും
ആ സംഹാരദൂതൻ കയറാതെ വണ്ണം ഇസ്രായേലിന് കാവൽ നിന്നതുപോലെ കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചൊരു ദൈവപൈതൻ്റെ ഉറപ്പെന്ന് പറഞ്ഞാൽ, എന്നേക്കും ഇരിക്കുമെന്ന് പറഞ്ഞാൽ, ഇന്ന് അവിടുന്ന് എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. നാളെ എൻ്റെ ഉറപ്പ്, ഞാൻ ആ കർത്താവിനോട് കൂടെ എന്നേക്കും ഇരിക്കും. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ ഉറപ്പ്. അന്ന് ആ ദൈവസാന്നിധ്യം വന്നും പോയി നിൽക്കുക. പക്ഷേ പുതിയ നിയമ വിശ്വാസിയോട് പറയുന്ന ഒരു പദമുണ്ട്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. എത്ര പദവിയാണ് നമ്മുടെ അകത്തുള്ളത്. ക്രിസ്തു നമ്മളിരിക്കുന്നു. നമ്മൾ ആ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ ക്യാരി ചെയ്യുകയാണ്. ഇന്ന് രാത്രി ഒരു സാധാരണ പദവിയല്ല. നമ്മളൊരു ദേശത്തൂടെ നടക്കുമ്പോൾ ക്രിസ്തു സാന്നിധ്യത്തെ ക്യാരി ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞാൽ, ആ ദേശത്തിൻ്റെ ഇരുട്ടിൻ്റെ മേൽ നമുക്ക് അധികാരമുണ്ട്. ആ ദേശത്തിൻ്റെ തകർച്ചയുടെ മേൽ നമുക്ക് അധികാരമുണ്ട്. ആ ദേശത്തിൻ്റെ മലിനതയുടെ മേൽ നമുക്ക് അധികാരമുണ്ട്. ആ ദേശത്തിൻ്റെ ദുരാത്മ മണ്ഡലങ്ങളുടെ മേൽ നമുക്ക് അധികാരമുണ്ട്. കാരണം നമ്മൾ ദൈവത്തിന് ജയിച്ചവരാണ്. നമ്മൾ ദൈവത്തിന് ജനിച്ചവരാണ്. നമ്മൾ ലോകത്തെ ജയിച്ചവരാണ്. ഇന്ന് രാത്രി അങ്ങനെ ഒരു ജയം എന്നിൽ വെളിപ്പെടണമെന്ന് അകത്ത് കൊതിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ, ചില പരാജയത്തിൻ്റെ സിംബലുകൾ ലൈഫിന് മാറട്ടെ. ചില പരാജയത്തിൻ്റെ വാക്കുകൾ ലൈഫിന് മാറട്ടെ. ചില പരാജയത്തിൻ്റെ കാഴ്ചകൾ മാറട്ടെ. ദൈവിക സ്വാതന്ത്ര്യത്തിനകത്തേക്ക് ജനം ഇന്ന് രാത്രി മടങ്ങി വരുന്ന ഒരു ജയത്തിൻ്റെ രാത്രിയായി ഇന്ന് രാത്രി മാറട്ടെ. പ്രാർത്ഥിക്ക്, വായ് തുറന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങ്. ഇതൊരു ജയത്തിൻ്റെ രാത്രിയായി മാറണം. എൻ്റെ കൂടാരങ്ങൾ ഒരു ജയത്തിൻ്റെ രാത്രിയായി മാറണം. എന്നും കേട്ട പരാജയത്തിൻ്റെ വാർത്ത മാറട്ടെ. എന്നും കേട്ട തകർച്ചയുടെ വാർത്ത മാറട്ടെ. എന്നും കാണുന്ന പരാജയത്തിൻ്റെ ചിത്രം മാറട്ടെ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ, കുഞ്ഞാടിൻ്റെ രക്തത്താൽ ഇന്ന് രാത്രി ആ ജയം എന്നിലേക്ക് ഒന്നും കൂടെ സ്വർഗം ഉറപ്പാക്കുന്നത് അനുഭവിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈ ഗ്രൗണ്ടിനകത്ത് ആ ദൈവത്തിൻ്റെ ജയം ചിലതിനെ ഉറപ്പാക്കി ദൈവം കൈമാറുക. വിശ്വസിക്കുന്നവർ അല്പ നിമിഷങ്ങൾ ആത്മാവിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങ്. ഈ ഗ്രൗണ്ടിനകത്ത് ദൈവത്തിൻ്റെ ജയത്തിൻ്റെ കരം വ്യാപരിക്കുക. ലോകത്തെ ജയിച്ച ജയം, ലോകത്തെ ജയിച്ച ജയം, ലോകത്തെ ജയിച്ച ജയം. ഇന്ന് രാത്രി ആ ദൈവത്തിന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുക. ആ ദൈവിക ജയം ഈ അന്തരീക്ഷത്തിനകത്ത് വ്യാപരിക്കുന്നു. വിശ്വസിക്കുന്നവർ അല്പ നിമിഷങ്ങൾ ആത്മാവിൽ അത് ഏറ്റെടുത്തു തുടങ്ങ്. നിങ്ങൾക്ക് വേണ്ടി ആ ജയം വ്യാപരിക്കുക. നിങ്ങളുടെ കുടുംബങ്ങളുടെ ജയം വ്യാപരിക്കുക. തോൽക്കാനല്ല, വാഴാന ദൈവം നിങ്ങളെ വിളിച്ചത്. തല താഴ്ത്താൻ വിളിക്കപ്പെട്ടവരല്ല, മറിച്ച് പൈശാചിക മണ്ഡലങ്ങളുടെ തല തകർക്കാൻ വിളിക്കപ്പെട്ടവര്. പാമ്പുകളുടെ മേലും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ദൈവം അധികാരം തന്നിട്ടുണ്ടെങ്കിൽ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കും. പരിമിതപ്പെടുത്തുന്ന എല്ലാ ശക്തികളെയും, പരിമിതപ്പെടുത്തുന്ന എല്ലാ അവസ്ഥകളുടെ മേലും ഒന്ന് ഓവർകം ചെയ്യട്ടെ. ഇന്ന് രാത്രി അങ്ങനെ ഒരു ദൈവകൃപ ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ചിലതിനകത്തൊക്കെ ലിമിറ്റായി പോയവർ, ചിലതിനകത്തൊക്കെ പരിമിതപ്പെട്ടു പോയവർ, എന്തോ ജീവിതത്തിനെ അടിമത്വത്തിനകത്ത് വീണ് പോയവർ, ഒരിക്കലും ഒരു പരിധി ഭേദിച്ചിട്ടില്ല. ജീവിതം ഒരിക്കലും ഒരു പരിധിക്കപ്പുറത്ത് പോയിട്ടില്ല. എന്നും കേൾക്കുന്നത് പരാജയത്തിന്റെ വാർത്തകൾ. പക്ഷെ ക്രിസ്തു നിങ്ങളുടെ കരം പിടിച്ചാൽ നിങ്ങളെ എന്നേക്കും ഇരിക്കും കേട്ടോ, എന്നേക്കും ഇരിക്കും. പരാജയത്തിൻ്റെ ഭീതികൾ മാറും. എന്നെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പരാജയ ഭീതികൾക്കൊക്കെ തുടക്കടക്കുന്നെങ്കിൽ നിങ്ങളെ എന്നേക്ക് വാഴിക്കാൻ യേശുവിൻ്റെ കരത്തിന് നിങ്ങളെ മാറ്റാൻ കഴിയും. ഇന്ന് രാത്രി നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട. ഈ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ കീഴിലൊന്ന് അഭയം പ്രാപിച്ചാൽ മാത്രം മതി. മറ്റൊരു ക്രിയയും വേണ്ട, മറ്റൊരു പ്രവർത്തിയും വേണ്ട, മറ്റൊന്ന് നിങ്ങൾ ചെയ്യണ്ട. എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ മരിച്ച യേശു ക്രിസ്തുവിലൂടെ എനിക്ക് എന്നേക്കും ഒരു ജീവൻ ഉണ്ടെന്ന് നിങ്ങൾ ഉള്ളിൽ വിശ്വസിച്ച് നിങ്ങളുടെ വായ് കൊണ്ട് അതൊന്ന് ഏറ്റു പറഞ്ഞാൽ നാളെയല്ല ഇന്ന് രാത്രിയിൽ ആ ദൈവകരം നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കും. നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. കാലങ്ങളായിട്ട് നിങ്ങളിൽ സംഭവിച്ച ചില പരാജയത്തിൻ്റെ അടിമത്തങ്ങളെ ഇന്ന് രാത്രി തകർത്തു മാറ്റാൻ യേശുവിൻ്റെ നാമത്തിനും യേശുവിൻ്റെ ശക്തിക്കും കഴിയുമെങ്കിൽ വിശ്വസിച്ചൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ ഹൃദയങ്ങളും ഒരു നിമിഷം സമർപ്പിക്കപ്പെടട്ടെ. ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ എല്ലാവരും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കട്ടെ. ഇന്ന് രാത്രി ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുക, ഒന്നിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോവുക. ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ